Warmest welcome to all. On behalf of SSM Polytechnic College, Tirur, leads Venture Lab, the Institutional Social Responsibility Initiative of SSM Polytechnic, and the nationally renowned NGO who are working for the benefit of children throughout the rural areas of India, MakerCut. I extend a warm welcome to all dignitaries gathered here for this webinar. നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തെയും കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നോളജ് ബേസ്ഡ് എക്കോണമിയെയും നിയന്ത്രിക്കുന്ന ഇന്നത്തെ കുട്ടികളിലെ യങ് ഇന്നോവേറ്റേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ PV Unnikrishnan sir, who is the member secretary of KDISC, Kerala Development and Innovation Strategic Council. ഒപ്പം ഇന്നത്തെ ചടങ്ങിൽ ഇവിടെ സംബന്ധിക്കുന്നത് തിരൂർ പോളിടെക്നിക്കിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി, അതോടൊപ്പം ഈ പരിപാടിയുടെ മുഖ്യ സൂത്രധാരരും ഇതിനെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളുമായ MakerCutന്റെ നേതൃത്വം വർഷിണി, ദ പ്രോഗ്രാം മാനേജർ ഓഫ് MakerCut, ജസീൽ മുഹമ്മദ്, ടെക്നിക്കൽ പ്രോഗ്രാം മാനേജർ, മിസ്റ്റർ മിഥുൻ മാത്യു, പാർട്ട്ണർഷിപ്പ് ലീഡ്, അതോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മറ്റ് വിവിധ മേഖലകളിൽ നിന്ന് ഇന്നിന്റെ ചിന്താവിഷയമായ ഡിസൈൻ തിങ്കിങ്ങിനെ പറ്റി അറിയാൻ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികളെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി MakerCut എന്നുള്ള പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി MakerCut പാർട്ട്ണർഷിപ്പ് ലീഡ് ശ്രീ മിഥുൻ മാത്യു, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ. Good evening everybody. Thank you so much Siyaz for the wonderful introduction. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിഥുൻ മാത്യു. ഞാൻ MakerCutലെ പാർട്ട്ണർഷിപ്സ് ലീഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സിയാസ്, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? യെസ് പ്ലീസ്. ഓക്കെ. ഗ്രേറ്റ്, അമേസിംഗ്. സോ എല്ലാവർക്കും ഇന്നത്തെ ഡിസൈൻ തിങ്കിങ് സെഷനിലേക്ക് സ്വാഗതം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളിപ്പം 2 പ്രാവശ്യം കേട്ടു MakerCut അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. MakerCut എന്താണ് MakerCut ചെയ്യുന്നത് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സോ MakerCut എന്ന് പറയുമ്പോൾ നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ദ മെയിൻ എയിം ഓഫ് MakerCut ഈസ് ടു ക്രിയേറ്റ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഓൺട്രപ്രനേഴ്സ് ആൻഡ് ലീഡേഴ്സ്. അതാണ് നമ്മുടെ മെയിൻ എയിം. സോ നമ്മളെല്ലാവരും ടുഡേ ഇൻ ദിസ് ഈവനിങ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ടു ക്രിയേറ്റ് സംതിങ് ഫോർ ദ കിഡ്സ് അല്ലെ? നമുക്ക് വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ കിഡ്സ്. അത് സെയിം ഗോൾ തന്നെയാണ് MakerCut എന്നുള്ളത്. ആൻഡ് ഹൗ വി പ്ലാൻ ടു ഡു ദിസ് ഈസ് ത്രൂ ഹാൻഡ്സ് ഓൺ ടിങ്കറിങ് ആൻഡ് മേക്കിംഗ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും സോൾവ് ചെയ്യുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലെല്ലാം ലൈക് റോട്ട് ലേണിംഗ് വഴി പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ എല്ലാവർക്കും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ ബേസിക് ലേണിംഗ് സൈക്കിൾ ഓൾസോ. സോ നമ്മൾ ബേസിക് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് ഹൗ ക്യാൻ വി ബ്രിങ് ഓൺ ദ ഹാൻഡ്സ് ഓൺ ടിങ്കറിങ് ആൻഡ് മേക്കിംഗ് ഇൻ ടു ദ ക്ലാസ് റൂംസ്. സോ കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നു അത് അപ്പം തന്നെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് വഴി ചില പ്രൊജക്ട്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അവർ ഡിസൈൻ തിങ്കിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് അവർ സ്വന്തമായി പ്രൊജക്ട്സ് ചെയ്ത് ഹാൻഡ്സ് ഓൺ ലേണിംഗ് വഴി നമ്മൾ ക്ലാസ്സിൽ തിയററ്റിക്കൽ ആയിട്ട് പഠിക്കുന്നതൊക്കെ എങ്ങനെ ആപ്ലിക്കേഷൻ വൈസ് ആയിട്ട് നമ്മുടെ അപ്ലൈ ചെയ്ത് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഒരു മെയിൻ ഇതാണ് നമ്മുടെ മിഷൻ ആയിട്ട് കാണുന്നത്. ആൻഡ് വൈ മേക്കിംഗ് സ്പെസിഫിക്കലി എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ എന്ത് കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോഴും അതിനെ എങ്ങനെ നമ്മൾ കൈകൾ കൊണ്ട് ചെയ്ത് ആ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത്
അവരിങ്ങനെ ചെയ്യുന്നത് വഴി അവർ ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിക്കുന്നു, 21st സെഞ്ചുറി സ്കിൽസ് വർദ്ധിക്കുന്നു. ഇതാണ് നമ്മുടെ മേജർ ലേണിംഗ് ഔട്ട്കംസ്. സോ ഇതാണ് നമ്മുടെ ബേസിക് മിഷൻ ആൻഡ് മേക്കിംഗ് വഴിയാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. ആൻഡ് റൈറ്റ് നൗ മേക്കർകാർട്ട് ഇസ് ഓവർ 2-3 മോഡൽസ് ആണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത്. വി ബേസിക്കലി ഓപ്പറേറ്റ്സ് വിത്ത് സ്കൂൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗവൺമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീസ ആൻഡ് മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഇൻ കമ്മ്യൂണിറ്റി സ്പേസസ്. നമ്മൾ കമ്മ്യൂണിറ്റീസിലുള്ള യൂത്ത് അവരെ ട്രെയിൻ ചെയ്ത് അവർ വഴി കുട്ടികളിലേക്ക് മേക്കിംഗ് അല്ലെങ്കിൽ ടിങ്കറിംഗ് സ്പേസസ് കൊടുക്കുക. അതാണ് സെക്കൻഡ് മോഡൽ. ആൻഡ് തേർഡ് മോഡൽ വി ഓൾസോ ഹാവ് എ ഫെലോഷിപ്പ് പ്രോഗ്രാം. നമുക്ക് ഓൾമോസ്റ്റ് 10 ഫെലോസ് ഉണ്ട്. ഓൾമോസ്റ്റ് 600 സ്റ്റുഡൻസ് കവർ ചെയ്യുന്നുണ്ട് ഓൺ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. സോ ഇതാണ് നമ്മുടെ മേജർ റീച്ച് till now. So how are we doing this എന്ന് ചോദിച്ചാൽ we have a program called as a Maker Mindset program. So നമ്മുടെ Maker Mindset programൽ ബേസിക് ആയിട്ട് there are different sections in which we enable all this. So കുട്ടികളെ നമ്മൾ മെക്കാനിക്സ് വഴി പഠിപ്പിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് ആൻഡ് ഡിസൈൻ തിങ്കിങ്. ഈ പ്രിൻസിപ്പിൾസ് വഴി അവർ മെക്കാനിക്സോ ഇലക്ട്രോണിക്സോ ഇതെല്ലാം പഠിച്ചത് എങ്ങനെ അപ്ലൈ ചെയ്ത് അവർ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വെക്കുന്നു. അതുവഴി അവരുടെ ഓൺടർപ്രണർഷിപ്പ് സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മേജർ പാർട്സ് ഓഫ് ദ പ്രോഗ്രാം നമ്മൾ consider ചെയ്യുന്നത്. മെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, ക്രാഫ്റ്റ്സ് ആൻഡ് ഡിസൈൻ തിങ്കിങ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ആൻഡ് ഹൗ ഡു വി ഡു ദിസ്? വി ഹാവ് എ മേക്കർ സ്പേസ്. സോ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമ്മളൊരു മേക്കർ സ്പേസ് സെറ്റപ്പ് ചെയ്യും. മേക്കർ സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വന്ന് അവിടെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. അവരവിടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്ത് അവരുടെ പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്. അല്ലെങ്കിൽ വി പ്രൊവൈഡ് മേക്കർ കിറ്റ്സ് ടു ദ കമ്മ്യൂണിറ്റീസ് ഓർ ദ സ്കൂൾസ്. സോ ഈ മേക്കർ കിറ്റ്സ് വഴി കുട്ടികൾക്ക് എന്തൊക്കെ പ്രോജക്ട്സ് ചെയ്യാം, കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതെല്ലാം വഴി മേക്കർ കിറ്റ്സ് വഴി കൊടുക്കുന്നുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് എ കരിക്കുലം. ഈ കരിക്കുലം വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ സെക്കൻഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആർ ട്രെയിനിങ് ആസ് വെൽ ആസ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം ഈ ഒരു മേക്കർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു മേക്കർ കൾച്ചർ കൊണ്ടുവരാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഒരു മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, എത്ര മാത്രം നമ്മൾ ഇതിൽ സക്സീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ. So ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. സോ this is our leadership team. So our leadership team is composed of educators and design experts from Stanford as well as from Georgia Tech. നമ്മുടെ founders, co-founders ആണ്. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് മേക്കർ കാർട്ടിനെ കുറിച്ചൊരു ജിസ്റ്റ് എന്ന് പറയുന്നത്. Thank you very much, Midhun. With the permission of Honorable President of this function, our Principal Abdul Nasser Kaipanjeri, and with immense pleasure and great respect, I warmly welcome today's chief guest, Dr. P.V. Unnikrishnan sir. Unnikrishnan സാറിനെ ഇന്നത്തെ ചടങ്ങിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായ അറിവിലും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന അറിവുകളും വെച്ചിട്ട് ഞാൻ KDISC എന്ന പ്രസ്ഥാനത്തിന്റെ ചെറിയ ഒരു ബ്രീഫിംഗ് ഉണ്ണികൃഷ്ണൻ സാറിന്റെ പെർമിഷനോടുകൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2018 രൂപീകൃതമായ KDISC എന്ന സംവിധാനം, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, അത് it is the strategic think tank and advisory body of Government of Kerala under Department of Planning and Economic Affairs. KDISC-ന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങളുമായി ആശ്രയിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തിപരമായി ആ പ്രവർത്തനങ്ങളിലെല്ലാം ബന്ധപ്പെടുന്നൊരു വ്യക്തി നിലയ്ക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ 14 ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇന്നോവേഷൻ കൗൺസിൽ എന്ന ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ കേരളത്തിലെ സമഗ്ര വികസന ലക്ഷ്യം വെച്ചുകൊണ്ട് OEOI, വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ എന്ന് പറഞ്ഞ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് KDISC ആണ്. അതിന്റെ മുൻനിര നേതാവും അതുപോലെ തന്നെ അതിന്റെ നായകനുമായത് ഉണ്ണികൃഷ്ണൻ സാറാണ്. ഒപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും LP ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് കൃത്യമായിട്ട് കളികളിലൂടെ കണക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി മഞ്ചാടി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. ഈ കോവിഡിന് ശേഷം കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനത്തിലൂടെ കേരളത്തിനെ ഒരു നോളജ് ബേസ്ഡ് എക്കണോമി ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നത് സംവിധാനം ചെയ്തതിലൂടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയിലെ ഡിജിറ്റൽ പോളിസീസ് ഏറ്റവും നല്ല രൂപത്തിൽ
നടപ്പിലാക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലക്ക് ഉണ്ണികൃഷ്ണൻ സാർ ഒപ്പം KDISC കേരള സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്ന് അവാർഡ് കൈപ്പറ്റുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഹയർ ലെവൽ ലേണിംഗ് സംവിധാനങ്ങളായ ബ്ലോക്ക് ചെയിൻ പോലുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി ABCD പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ 4 എഡിഷനുകളിലായി യങ് ഇന്നവേറ്റേഴ്സിനെ 12 വയസ്സ് മുതൽ 35 വയസ്സ് വരെ യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളേഴ്സിനെ വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടിലെ യുവാക്കളെ ഇന്നവേഷൻ എക്കോസിസ്റ്റത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന, അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും സാമ്പത്തിക സഹായവും നൽകി അവരെ മുന്നിലേക്ക് നയിക്കുന്ന യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം അതിന്റെ 5ാമത് എഡിഷൻ ഇതാ നിങ്ങൾ നമ്മുടെ സ്കൂൾ തലത്തിലേക്ക് YIP ശാസ്ത്രപദം എന്ന പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഓരോ ഗ്രാമപഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തിലും ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെറുകിട വ്യവസായ സംരംഭകരെ ഏകോപിപ്പിക്കുന്നതിനായി OLOI 1 LSGD 1 ഐഡിയ എന്നിങ്ങനെ ഒട്ടേറെ പദ്ധതികൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് KDISC നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പമെല്ലാം സാഗൂതം വീക്ഷിച്ച് കേരളത്തിന്റെ വരും ഭാവി 2 മേഖലകൾ കൊണ്ടാണ്. ഒന്നാമതായി നോളജ് ബേസ്ഡ് എക്കണോമി മുഖേനയും രണ്ടാമതായി ചെറുകിട വ്യവസായ സംരംഭങ്ങളിലൂടെ ഇന്നവേഷൻ വൈവിധ്യവൽക്കരണത്തിലൂടെയുമാണെന്ന് ഏറെ പ്രതിപാദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറിനെ തന്നെ ഈ ഡിസൈൻ തിങ്കിങ്, എനിക്ക് തോന്നുന്നു ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത് കോളേജ് പ്രൊഫസർമാർ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ BRC ട്രെയിനർമാർ മുതൽ ഒട്ടേറെ ആളുകൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പ്രവർത്തനം ഹൈസ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഡിസൈൻ തിങ്കിങ് എന്താണെന്ന് പ്രചരണം, അവരെ പരിശീലനം റെസിഡൻഷ്യൽ പ്രോഗ്രാമിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഇത്രയും പ്രതിപാദിക്കാൻ കാരണം ഈ മേഖലയെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ കൂടിയിട്ടുള്ള ആളുകളുമായി സംവദിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഏറെ ബഹുമാന പുരസ്സരം ഇന്നത്തെ ഈ വെബിനാറിനെ അനുഗ്രഹിക്കുന്നതിനും ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും വേണ്ടി ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. നന്ദി. സിയാദ് ഏറ്റവും പ്രിയങ്കരനായ SSM പോളിടെക്നിക്കിലെ അധ്യാപകൻ. സിയാദിനെ ഞാൻ പല വേഷങ്ങളിൽ കണ്ടു. 1 ഡിസ്ട്രിക്ട് 1 ഐഡിയ എന്ന് പറയുന്ന KDISC-ന്റെ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിൽ നോളജ് വിഷനുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളുടെ ഭാഗമായി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് ഡിസ്ട്രിക്ട് ഇന്നോവേഷൻ കൗൺസിലിന്റെ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ സിയാദിനെ കണ്ടിട്ടുണ്ട്. വളരെ പാഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന, വളരെ പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഏറെ സന്തോഷം എനിക്ക് സിയാദുമായിട്ട് സംസാരിക്കുമ്പോഴും സിയാദ് നടത്തുന്ന പരിപാടിയിൽ പങ്കാളിയാവുമ്പോഴും ഒക്കെ ധാരാളം സന്തോഷം കിട്ടുന്നുണ്ട്. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ, എന്റെ പ്രിയ സുഹൃത്ത് ജസീൽ മുഹമ്മദും അതുപോലെ തന്നെ മിഥുൻ മാത്യുവും മേക്കർ ഘട്ടിന്റെ ചുമതലക്കാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ ജസീല് എന്നെ കാണാനായിട്ട് ഞങ്ങൾ കുറച്ചു നേരം സമയം ചെലവഴിച്ചിരുന്നു. എങ്ങനെ സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ കോളേജിലെ കുട്ടികളെയും ഒക്കെ പുത്തനാശയ രൂപീകരണത്തിന്റെ പ്രവർത്തനത്തിൽ എങ്ങനെ പങ്കാളികളാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു ജസീലുമായിട്ട് അല്പസമയം ഞങ്ങൾ ഇന്നലെ സംസാരിച്ചത്. സിയാദ് എന്നോട് വേറെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, നോളജ് മിഷനെ കുറിച്ചും KDISC-നെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അത്തരത്തിലുള്ള ഒരു വിശദമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഈ പരിപാടിക്ക് ഒരു നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയുണ്ട്. അത് ഞാനത് അപ്സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരു ആശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 20 കൊല്ലത്തോളം ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ
ഒട്ടേറെ സവിശേഷതകളുള്ള അതിന്റെ കമ്പ്യൂട്ടറിവൽക്കരണം ചെയ്യുന്നതിന്റെ ഭാഗമായി 12ഓളം ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതിന്റെ സിഇഒ എന്നുള്ള നിലയ്ക്ക് അതിന്റെ രൂപകൽപ്പന നടത്തുന്നതിൽ വളരെ വിശദമായി ആഴത്തിൽ അതിനകത്ത് പങ്കാളിയായിട്ടുള്ള സമയത്ത് ഹ്യൂമൻ സെൻട്രിക് ഡിസൈൻ അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള രൂപകൽപ്പന എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം സാധാരണഗതിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനകത്ത് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. ഇപ്പൊ ഇന്ന് അജൈലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ വാട്ടർഫോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ അപ്ലിക്കേഷൻസ് വികസിക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ബാരി ബോം സ്പൈറൽ മോഡൽ ഓഫ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മാതൃകയാണ് കേരളത്തിൽ സോർട്ട് ചെയ്തത്. എന്താ അതിന്റെ തമ്മിലുള്ള വ്യത്യാസം? സാധാരണഗതിയിൽ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിക്കുമ്പോൾ അതിന്റെ രൂപകൽപ്പനയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്ന് ഗുണഭോക്താക്കളിൽ നിന്ന് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂസർ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്താണ് ഉപയോക്താവിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതിന്റെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻ നടത്തുക. ആ ഡിസൈൻ രൂപകൽപ്പന നടത്തിയ ശേഷം അത് ഈ ഫലപ്രദമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കുക. അതിനുശേഷം അത് നിർവഹിക്കുക. ഇതാണ് സാധാരണഗതിയിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. സോഫ്റ്റ്വെയറിന്റെ വളർച്ചയുടെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കിൾ, അതിന്റെ ഒരു ചാക്രികമായിട്ടുള്ള രീതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉപയോക്താവിന്റെ അടുത്ത് വീണ്ടും ചെന്നിട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഭാഗം തയ്യാറാക്കി അത് ഉപയോക്താവിന് ഫലപ്രദമായിട്ട് രൂപത്തിൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. വീണ്ടും അതിനെ സംബന്ധിക്കുന്ന ഉപയോക്താവിന്റെ നിർദ്ദേശം എന്താണോ എന്ന് നോക്കി അത് വീണ്ടും നമ്മുടെ രൂപകൽപ്പനയിലേക്ക് കൊണ്ടുവരിക. ആ രൂപകൽപ്പന അനുസരിച്ച് വീണ്ടും പ്രവർത്തിക്കുക എന്ന് പറയുന്ന തുടർച്ചയായി ചാക്രികമായ ഒരു പ്രക്രിയയിലൂടെ ഉപയോക്താവുമായിട്ട് നിരന്തരമായി സംവേദിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ബാരി ബോം സ്പൈറൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ബാരി ബോം സ്പൈറൽ മോഡൽ ഓഫ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും അധികം ഉപയോക്താവിനെ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന്റെ ആശയം. ഞാൻ ഈ ആശയം അതിന്റെ ആഴത്തിൽ ആശയം മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തത് ഞാൻ കുറച്ചു കാലം പാലക്കാട് മുണ്ടൂരുള്ള ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഗവേഷണ സ്ഥാപനമാണ്. അവിടെ നടത്തിയിട്ടുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ നിന്നും പിന്നീട് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇന്നത്തെ ജനകീയ ആസൂത്രണത്തിന്റെ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്നതിന് വേണ്ടി പിന്നീട് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്, അന്നത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ശ്യാമസുന്ദരൻ നായർ, ആറ്റോമിക് എനർജി റിസർച്ച് സെന്ററിൽ നിന്ന് ജോലി രാജിവെച്ച് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്ന ഡോക്ടർ MP പരമേശ്വരൻ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരു സംഘം ആൾക്കാരുടെ ടീമുമായി കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ ജനകീയ ആസൂത്രണത്തിന്റെ പ്രാഥമിക രൂപങ്ങൾ കണ്ടെത്താൻ പറ്റും എന്നുള്ളതിനു വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുമാണ്. ഈ അനുഭവങ്ങൾ 15-20 കൊല്ലത്തോളം ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് 15-20 കൊല്ലത്തോളം ഇൻഫർമേഷൻ കേരള മിഷന്റെ ഭാഗമായിട്ട് പ്രയോഗിച്ച് ഉത്തമ ബോധ്യം വന്ന ആ പ്രവർത്തന രീതി തന്നെയാണ് ഡിസൈൻ തിങ്കിങ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപായി ഞാൻ ആലോചിച്ചു, കേരളത്തിൽ ഇത്തരത്തിലുള്ള നൂതനമായിട്ടൊരു പരിപാടി രൂപപ്പെടുത്തുമ്പോൾ ഞാൻ സ്വയം എന്തെങ്കിലും പുതുതായി പഠിക്കണ്ടേ? ഞാനപ്പോ MIT-യിലെ ഒരു കോഴ്സിൽ ചേർന്നു, ഡിസൈൻ തിങ്കിങ്ങിന്റെ 6 ആഴ്ചത്തെ കോഴ്സ്. ഞാൻ ജോലിക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ 6 ആഴ്ചത്തെ ഒരു കോഴ്സിനുള്ള ആ കോഴ്സിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ IDEO ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെത്തഡോളജി അനുസരിച്ച്
ഡിസൈൻ തിങ്കിങ് എന്താണെന്ന് ഞാനന്ന് ആ കോഴ്സിന് പോകുമ്പോൾ എനിക്ക് 57 വയസ്സായിരുന്നു. ബാക്കി ആ കോഴ്സിനകത്ത് പങ്കെടുത്തിരുന്ന മുഴുവൻ ആൾക്കാരും 25-നും 30-നും വയസ്സുള്ളവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഒരു വയസ്സൻ ആ പരിശീലന പരിപാടിക്കുള്ള. വളരെ ഫലപ്രദമായി ആ പരിശീലന പരിപാടി പൂർത്തീകരിച്ച ശേഷം എനിക്ക് കൂടുതൽ ബോധ്യം വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോഗിച്ച ഹ്യൂമൻ സെന്റേർഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ സെന്റേർഡ് ടെക്നോളജി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മെത്തഡോളജി തന്നെയാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന എംപതൈസ് ചെയ്തുകൊണ്ട്, പിന്നെ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറുമായിട്ട് എംപതൈസ് ചെയ്തുകൊണ്ട് രൂപകൽപ്പന നടത്തുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മിതിയുടെ ഒരു പിന്നെ ആശയ രൂപീകരണവും ഒരു നിർവഹണ പരിപാടി തയ്യാറാക്കുക. ആ നിർവഹണ പരിപാടി അതിനകത്ത് ആവശ്യമായിട്ടുള്ള പിന്നെ റിക്വയർമെന്റ്സ് എന്താണെന്ന് നിരന്തരമായി പരിശോധിച്ച് ഉപഭോക്താവുമായി അല്ലെങ്കിൽ യൂസറുമായി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി ഒരു ഉൽപ്പന്നത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഡിസൈൻ തിങ്കിങ്ങിന്റെ രീതിശാസ്ത്രം അത് തന്നെയാണെന്ന് കൂടുതൽ എനിക്ക് ഉത്തമം ബോധ്യപ്പെട്ടു. എനിക്ക് അതിലേറെ സന്തോഷമുള്ള ഒരു കാര്യം ബേക്കർ ഘട്ട് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള പിന്നെ കുട്ടികൾക്ക് വേണ്ടി ടിങ്കറിങ്ങിന് വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളത്. സാം പിത്രോഡ ഇന്ത്യയിലെ ഇന്നവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 2010-20 എന്ന് പറയുന്ന ഡെക്കേഡ് ഓഫ് ഇന്നോവേഷൻ ആണ് എന്ന് തീരുമാനിച്ച നാഷണൽ ഇന്നോവേഷൻ കൗൺസിലിന്റെ ചെയർമാനായിരുന്നു സാം പിത്രോഡ. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പരിപാടിയുടെ ഒരു പ്രോഗ്രാമിന്റെ കുട്ടികൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ച ഒരു പരിപാടിയുടെ പേര് തോഡ് ഫോഡ് ജോഡ് എന്ന്. അതിന്റെ അർത്ഥം ഒരു ഉപകരണം കിട്ടിയാൽ അത് ഡിസസംബിൾ ചെയ്യണം, ഡിസസംബിൾ ചെയ്ത ശേഷം അത് റീഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. അതാണ് അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഒരു ടാസ്ക് എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നിർഭാഗ്യവശാൽ നാഷണൽ ഇന്നോവേഷൻ കൗൺസിൽ അത് പിന്നെ 2015 ഒക്കെ ആയപ്പോഴത്തേക്കും അതിന്റെ നാഷണൽ ഇന്നോവേഷൻ കൗൺസിൽ പ്രവർത്തനരഹിതമായി. അന്ന് രൂപീകരിക്കപ്പെട്ട സംസ്ഥാന ഇന്നോവേഷൻ കൗൺസിലുകൾ കേരളത്തിൽ മാത്രമാണ് കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്ന രൂപത്തിൽ പുനഃസംഘടിപ്പിക്കുന്നത്. സാം പിത്രോഡ അന്ന് എൻവിഷൻ ചെയ്തിട്ടുള്ള സ്വപ്നം കണ്ടിരുന്ന പിന്നെ ഒരു ഇന്നോവേറ്റീവ് സമൂഹത്തിലേക്ക് വേണ്ടി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരളം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഈ ഇന്നോവേഷൻ എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ആ തോഡ് ഫോഡ് ജോഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മിഥുൻ പറഞ്ഞതനുസരിച്ച് മിഥുനും ജസീലും അടക്കമുള്ള സംഘം ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ഏറെ സന്തോഷം എനിക്കുണ്ട്. കാരണം കുട്ടികളുടെ വൈജ്ഞാനിക ശേഷി വളരുന്നത്, കുട്ടികളുടെ പുത്തനാശയ രൂപീകരണത്തിനുള്ള ശേഷി വളരുന്നത് പ്രയോഗത്തിലൂടെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രയോഗിക്കാൻ പറ്റാത്ത ഒരാശയവും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റും ഒരിക്കലും ജീവിതത്തിൽ ഉപയോഗപ്പെടില്ല. സിയാദ് സൂചിപ്പിക്കേണ്ടായി ഗണിതം പഠിക്കുന്നതിന് വേണ്ടി അവിടെ ഞങ്ങൾ മഞ്ചാടി എന്ന് പറയുന്ന പരിപാടിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, പെരിന്തമണ്ണ പിന്നെ മഞ്ചാടി കൂടാരമുണ്ട്, അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഫ്രൂഡന്താൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിയലിസ്റ്റ് മാത്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വൈഗോട്സ്കിൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഈ രണ്ട് സങ്കേതങ്ങളും കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണിതശാസ്ത്ര രീതിയാണ്
ചുറ്റുപാടുകളിൽ കുട്ടിക്ക് ഏറെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കാൻ കൈത്താങ് കൊടുക്കുക. കുട്ടികൾക്ക് അത്തരത്തിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു പിന്തുണ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഗണിതത്തിന്റെ യുക്തിയും ആശയ വ്യക്തതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് മഞ്ചാടി കൂടാരങ്ങളിൽ ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് കെഡിസ്ക് പരീക്ഷിക്കുന്നത്. അതിന്റെ തുടർച്ചയായി ഇപ്പൊ യങ് ഇന്നോവേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നേരത്തെ സിയാദ് പറഞ്ഞ പോലെ ഈ പ്രവർത്തനം ഏറ്റെടുത്തു. മിഥുൻ പറയണ്ടേ, അന്തർദേശീയ തലത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്റ്റാൻഫോർഡിലെയും ജോർജിയ ടെക്കിലെയും ഒക്കെ തന്നെ മിടുക്കരായിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ഒരു സംഘമാണ് മേക്കർ കട്ടിന്റെ സംഘാടനം നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലുപരി വളരെയേറെ പ്രതിബദ്ധതയോട് കൂടി കുട്ടികൾക്ക് പല ശ്രേണിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കുട്ടികളിലേക്ക് ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഉത്കൃഷ്ടമായ ഒരു പ്രവർത്തനത്തിലാണ് മേക്കർ കട്ട് പങ്കാളികളായത്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, പലപ്പോഴും റോബോട്ടിക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ റാസ്ബെറി പൈ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യക്കും ശാസ്ത്രത്തിനും ഒക്കെ തന്നെ വിസ്മയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. വിസ്മയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അതിലാവരുത് നമ്മുടെ ഊന്നൽ. നേരെ മറിച്ച് ചിന്തിപ്പിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാവണം നമ്മുടെ ഊന്നൽ. ഒരു റോബോട്ടിനെ കണ്ടു, ഈ റോബോട്ടിനെ ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്നുള്ളത്, ഉണ്ടാക്കാനുള്ള ശേഷി ആർജിക്കുക എന്ന് പറയുന്നത് അപ്രധാനം എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു നൈപുണ്യമാണ്. അതിനെ അതുപോലെ ഉണ്ടാക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് ആ നൈപുണ്യം പ്രയോഗത്തിലേക്ക് എത്തുന്നത്. ആ നൈപുണ്യം പ്രയോഗത്തിലേക്ക് കൊണ്ട് സാറിന്റെ സൗണ്ട് മ്യൂട്ടായി പോയിട്ടുണ്ട്. നൈപുണ്യം ആർജിച്ചിട്ടുള്ള നൈപുണ്യം ഏത് സാഹചര്യത്തിനനുസരിച്ചും ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് അത് വിജ്ഞാനമായിട്ട് മാറുന്നത്. ആ അറിവ് കുട്ടികൾക്ക് എത്തിയില്ലെങ്കിൽ കുട്ടികളുടെ ഈ പലപ്പോഴുള്ള ഇത്തരത്തിൽ എക്വയർ ചെയ്യുന്ന നൈപുണ്യങ്ങളൊക്കെ അവർക്ക് കൈമോശപ്പെടുന്നു. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ അതാണ്. നിരന്തരമായി തേച്ചുമിനുക്കി ആ ശേഷി മെച്ചപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസവും കരുത്തും കൊടുക്കുന്നതിന് പറ്റുന്ന രൂപത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയാത്തതിന്റെ പ്രശ്നം നിരന്തരമായി പ്രയോഗിക്കാനായിട്ടുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നതാണ്. തത്തമ്മേ പൂച്ച എന്നുള്ള രൂപത്തിൽ നിരന്തരമായി ഉരുവിട്ട് പഠിക്കുന്ന പല കാര്യങ്ങൾ അത് പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ഉപയോഗപ്പെടുന്നു എന്നുള്ളതിനപ്പുറം ആ കാര്യങ്ങൾ മനനം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ. അപ്പൊ അത്
പിന്നെ നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് ഉറപ്പുവരുത്താൻ പറ്റുക? ഞാൻ വളരെ ലളിതമായ ഒരു ആശയം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ സവിശേഷത എന്ന് പറയുന്നത് ശാസ്ത്രീയത എന്നുള്ളത്, സയന്റിഫിക് ടെമ്പർ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. എന്താണ് അതിന്റെ അർത്ഥം? കുട്ടികൾ നിരീക്ഷിക്കാൻ പഠിക്കണം, ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. ഒരു കാര്യം കണ്ടാൽ എന്ത് എന്ന് ചോദ്യം ചെയ്യാൻ കുട്ടിക്ക് അറിയണം. എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചുറ്റോടുമുള്ള പ്രകൃതിയെ, ചുറ്റോടുമുള്ള മനുഷ്യരടങ്ങുന്ന സമൂഹത്തെ നോക്കിക്കാണാൻ കുട്ടിക്ക് കഴിയണം. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് എന്ന് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ, ആ ഒബ്സർവേഷനിലൂടെ എന്ത് എന്ന് ചോദിക്കുകയും അത്തരത്തിൽ പരസ്പര ബന്ധിതമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശേഷിക്ക് പറയുന്ന പേരാണ് ഗവേഷണം. അങ്ങനെ നിരന്തരമായി ചോദിക്കുന്നതിലൂടെ കുട്ടിക്ക് ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെക്കാനായിട്ട് കഴിയണം. ആ ഹൈപ്പോത്തസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് IoT സെൻസർ ഉപയോഗിച്ച് പ്രകൃതിയിലെ ഇന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് ഒരു ഹൈപ്പോത്തസിസ് ആണ്. ആ ഹൈപ്പോത്തസിസിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി ഒരു എക്സ്പെരിമെന്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗിലേക്ക് പോകുന്നു. IoT സെൻസർ ഉപയോഗിച്ച് ചലിക്കുന്ന വാഹനത്തിന്റെ പ്രവേഗം അത് രേഖപ്പെടുത്താനായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് എങ്ങനെയാണ് അത് നടത്തുന്നത് എന്നുള്ള യുക്തി, ശാസ്ത്രത്തിന്റെ യുക്തി, എന്ത് എന്നും എങ്ങനെയെന്നുമുള്ള ശാസ്ത്രത്തിന്റെ യുക്തി തിരിച്ചറിയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പഠനത്തിന്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അടുത്ത ഒബ്സർവേഷനിലേക്കും വീണ്ടും പരിശോധനയിലേക്കും എത്തുന്നു. ഇതിനാണ് മെത്തേഡ് ഓഫ് സയൻസ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ രീതി. നിരന്തരമായി എന്തെന്ന് ചോദിക്കുക, ആ എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈപ്പോത്തസിസ്, ആ ഹൈപ്പോത്തസിസിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യുക, ആ ടെസ്റ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒബ്സർവ് ചെയ്യുക, അടുത്ത ഹൈപ്പോത്തസിസിലേക്ക് പോവുക എന്നുള്ള ഒരു ശാസ്ത്രത്തിന്റെ രീതിയിലേക്ക്, അതാണ് മെത്തേഡ് ഓഫ് സയൻസ്. ആ മെത്തേഡ് ഓഫ് സയൻസിൽ ഊന്നിക്കൊണ്ടാവണം നമ്മൾ നടത്തുന്ന ഈ ടിങ്കറിങ് പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് കുട്ടിക്ക്, മിഥുൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പഠിച്ചിട്ടുള്ള ആശയങ്ങൾ പ്രയോഗിക്കാനും ആ പ്രയോഗത്തിലൂടെ പഠിച്ച ആശയങ്ങൾക്ക് തെളിവ് കിട്ടാനുമാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അത് തർക്കമില്ല. ആ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള ഒരു രീതിശാസ്ത്രം, നിരന്തരമായിട്ടുള്ള ചോദ്യത്തിന്റെയും, നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കാനും അത് പറയാനും ഇതുകൂടി കുട്ടികൾ ആർജിക്കേണ്ട ശേഷിയാണ്. ഈ മെത്തേഡ് ഓഫ് സയൻസിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇതിനെ കൊണ്ടുവന്നില്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾ ഇതിന്റെ മാസ്മരികതയിൽ ചില കിറ്റുകൾ ചേർത്ത് കൂട്ടിപ്പിടിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാധനം ഉണ്ടാക്കുക. നമ്മുടെ സയൻസ് സ്കൂളുകളിലൊക്കെ പിന്നെ ശാസ്ത്രമേളകൾ നടക്കാറുണ്ട്. ആ ശാസ്ത്രമേളകളിൽ പലപ്പോഴും എന്താ ചെയ്യുക, ഒരു സാധനം ഉണ്ടാക്കും, ആ സാധനം ഉണ്ടാക്കി പ്രദർശിപ്പിക്കും, ആ സാധനത്തിന്റെ ചില പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതിന്റെ ഒരു ആശയം, കോൺസെപ്റ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രയോഗിക്കാനും അറിയില്ലെങ്കിൽ ഈ സാധനം ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായി സമ്മാനം കൊടുക്കുകയും ചെയ്യുന്ന പ്രയോജനം ഉണ്ടാവില്ല. കുട്ടിക്ക് അത് തന്നെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ,
ആരെക്കൊണ്ടെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും, എന്നിട്ട് അതിനുശേഷം ഒരു കുറിപ്പ് പ്രസംഗത്തിനായിട്ട് അവിടെ അവതരിപ്പിക്കും. നിരന്തരമായി ആ കുറിപ്പ് നോക്കി പറയും. ഇങ്ങനെയായി മാറിയിരിക്കണു പല പിന്നെ ശാസ്ത്രമേളകളിലെയും പ്രവർത്തനം. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഒരു പോരായ്മ വരരുത്. പുതിയ അന്വേഷണത്തിനകത്ത് മൗലികമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കൊക്കെ നയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിനാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗൈഡ് പുസ്തകം നോക്കി ഉത്തരം എഴുതുന്ന രീതി, ഒരു മാനുവൽ നോക്കി ഒരു സാധനത്തിനെ കൂട്ടിപ്പിടിപ്പിക്കുന്ന രീതി എന്നുള്ള രീതിയിലാവരുത് ഈ പ്രവർത്തനം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു അന്വേഷണാത്മകതയും സൃഷ്ടിപരതയ്ക്കും ക്രിയേറ്റിവിറ്റി ആൻഡ് എ സെൻസ് ഓഫ് എൻക്വയറി, എ സെൻസ് ഓഫ് എൻക്വയറി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇതിന് രണ്ടിനും അവസരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നിശ്ചയമായിട്ടും മിഥുനും അതുപോലെ തന്നെ ജസീലും ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തനത്തിൽ അത്തരത്തിലുള്ള അംശങ്ങൾ ഉണ്ടാവും. ആ അംശങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് വേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഞാൻ ഒരു കാര്യം ജസീലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിയാദ് ഈ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോ, മേക്കർ ഘട്ടിനെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞപ്പോ എനിക്ക് ഏറെ സന്തോഷം ഉണ്ടായി. കാരണം കേരളത്തിലെ വിവിധ സ്കൂളുകളില് ഞങ്ങളുടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ശാസ്ത്രപഥവുമായിട്ട് ചേർന്നുകൊണ്ട് YIP ശാസ്ത്രപഥ ക്ലബുകൾ രൂപീകരിക്കാൻ പോകുക. അടുത്ത അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. SSKയുമായിട്ട് ചേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പോവുകയാണ്. ആ പ്രവർത്തനത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, കാരണം വർഷത്തിലുടനീളം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പുത്തനാശയ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള കയ്യിൽ പിടിച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കാനുള്ള മെക്കാനിസംസ് വേണം. അത് ചെയ്യണമെങ്കിൽ അതിന് ടിങ്കറിങ് സ്പേസുകൾ വേണം, ടിങ്കറിങ് കിറ്റുകൾ വേണം. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ആലോചന. എനിക്ക് ജസീൽ പറഞ്ഞു, കുട്ടികൾക്കൊരു മേക്കർ കിറ്റ് ഞങ്ങൾ കൊടുക്കും, ആ കിറ്റ് കൊടുത്തിട്ടാണ് ഈ പണി തുടങ്ങണമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോ അതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം നിശ്ചയമായിട്ടും അത് ശ്ലാഘനീയമാണ്. അത് ഇനിയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്റെ സുഹൃത്തായിട്ടുള്ള ക്യുസാറ്റിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ റിഞ്ചു എന്ന് പറയുന്ന അവിടുത്തെ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുണ്ട്. അയാൾ ഇതുപോലെ ചില കിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നടക്കുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ കേഡിസ്കൻ സന്നദ്ധമാണ്. എനിക്ക് നബീലിനെയും വേണം, മിഥുനെയും വേണം, സിയാദിനെയും വേണം. ഇതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കുറച്ച് നല്ല മനുഷ്യന്മാര് പലയിടത്തായിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട പ്രവർത്തനമായിക്കൂടാ. അതൊക്കെ നമ്മളൊന്ന് കൈകോർത്തി പിടിച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നാട്ടുമ്പുറത്തെ ഇത് വലിയ വലിയ വീട്ടിലൊക്കെ പഠിക്കുന്ന നഗരങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടാൻ അവസരമുണ്ട്. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നാട്ടിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു സൗകര്യം കിട്ടാനായിട്ടുള്ള അവസരമില്ല. അവർക്ക് ഈ സൗകര്യം എത്തിക്കണം എന്നുള്ളതാണ് എന്നെ പോലുള്ള ആൾക്കാരുടെ ആഗ്രഹം. ആ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടാവണം. ഈ പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള സിയാദിന് എല്ലാ നന്മയും വരട്ടെ. ഈ പ്രവർത്തനം ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇത് കഴിഞ്ഞ ശേഷം മിഥുനും ജസീലും പറഞ്ഞു, നമുക്ക് ജോർജിയയിലും അതുപോലെ തന്നെ ജോർജിയ ടെക്കിലും അതുപോലെ സ്റ്റാൻഫോർഡിലും ഒക്കെ ഉള്ള ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു മീറ്റിംഗ് ഈ ആഴ്ച നടത്തുന്നത് തോന്നുന്നു. ഞാൻ എഗ്രി ചെയ്തിട്ടുണ്ട്. ഒരു സമയം കണ്ടെത്തണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം YIP ശാസ്ത്ര പദം പരിപാടിയുടെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏറെ താല്പര്യമുണ്ട്. അതിനകത്ത് നിങ്ങളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവണം എന്നുകൂടി അത് പറഞ്ഞുകൊണ്ട് കേഡിസ്കിന്റെയും നോളജ് മിഷന്റെയും പ്രവർത്തനത്തിന് സിയാദ് അടക്കമുള്ള ആൾക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ പുത്തനാശയ രൂപീകരണത്തിനും കേരളത്തിലെ ഒരു വിജ്ഞാന സമൂഹം കരുപിടിപ്പിക്കുന്നതിനും ഞാൻ അതിന്റെ നിർണായകമായിട്ടുള്ള ഘടകങ്ങളായി ഇത്തരത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട്. അതൊന്നും അപ്രധാനമെന്നും അല്ലെങ്കിൽ ഈ വലിയൊരു ആശയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാ ഭാവങ്ങളും കൂടെ നേർന്നുകൊണ്ട് ഈ സംരംഭം അതിന്റെ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
Thank you very much, sir. Your very valuable presence and words, it really inspire us and it is very valuable for us. ഇതോടൊപ്പം ഞാനൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, മേക്കർ കെട്ടിന്റെ നേതൃത്വത്തിൽ നിലവിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ തൃക്കടേരി PTMHS സ്കൂളിലും ഓലപ്പമ്പരം മേക്കേഴ്സ് സ്പേസ് എന്ന പേരിൽ കുട്ടികളുടെ ഒരു ക്ലബ്ബ്, അത് തീർച്ചയായും സാദർ സൂചിപ്പിച്ചതുപോലെ പുതിയ സാങ്കേതിക വിദ്യ കുട്ടികളെ കാണിച്ച് അത്ഭുതപ്പെടുത്തിയല്ല, പകരം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഒപ്പം കുട്ടികൾക്ക് 21ാം നൂറ്റാണ്ടിന്റെ സ്കില്ലുകൾ ലഭിക്കുന്ന തരത്തിലുള്ള, അതിൽ ഡിസൈൻ തിങ്കിങ്ങിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് മിഥുന്റെയും മേക്കർ ഗെറ്റ് ടീമിന്റെയും നേതൃത്വത്തിൽ തയ്യാറാക്കി ഞങ്ങൾ ഒരു 10ഓളം ആളുകൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ ആഴ്ചയിലും ട്രെയിനിങ് നൽകി അത് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ പോളിടെക്നിക്കിലെ തന്നെ ഒരു അധ്യാപകനായിട്ടുള്ള അൻവർ സുലൈമാൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബോയ്സ് ഹൈസ്കൂളിലെ 60 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ മാതൃകയിൽ കേരളത്തിൽ എവിടെയും ചെയ്യാനുള്ള എനർജി ഞങ്ങൾക്ക് കുറച്ച് പേരേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇല്ല. തീർച്ചയായും സാറിന് ഞങ്ങൾ നേരിട്ട് വന്ന് കാണും, ശല്യപ്പെടുത്തും. താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചടങ്ങിന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിൻസിപ്പലിനെ ഒരു 2 വാക്ക് കൂട്ടിച്ചേർക്കുവാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളും റിസോഴ്സ് പേഴ്സണും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ഗുഡ് ഈവനിങ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറ്, അതുപോലെ ശ്രീ ജസീൽ, മിഥുൻ, വർഷ, സിയാദ്, മറ്റ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ പ്രൊഫസർമാർ, മറ്റ് നമ്മുടെ വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിന്റെ ആശംസകൾ. ഈ പരിപാടി കാണുമ്പോൾ തന്നെ ഒരു 250 പേര് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വെബിനാറാണ്. അപ്പൊ ഇത്തരം ഓൺലൈൻ സംരംഭങ്ങൾക്കൊക്കെ ഇത്രയും നല്ലൊരു ഇത്രയും വലിയൊരു ഓഡിയൻസിനെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഈ സ്പോൺസേഴ്സ് വളരെ നന്നായി അതിന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ഡിസൈൻ തിങ്കിങ്ങിന്റെ കാര്യത്തിൽ ശരിക്കും അത് പ്രായോഗിക, ചിലരിപ്പോ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വന്നവരുണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു നമ്മളെ എന്താ പറയാ, ഒരു യൂസർ സെന്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അവരുടെ രീതിയിൽ നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു അപ്രോച്ച്, അവരോടൊരു എമ്പതി കാണിച്ചുകൊണ്ട് ഉള്ള ഒരു എക്സ്പെരിമെന്റേഷൻ, അങ്ങനെയുള്ള ഒരു ഇറ്ററേഷനിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം ഒരു ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതൊരു ഇന്നോവേറ്റീവ് ടൂളാണ്. ഇത് പലപ്പോഴും നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പടിപടിയായി സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിന് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ സെഷനിൽ ഉണ്ണികൃഷ്ണൻ സാറും അതുപോലെ മിഥുനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ഇത്തരം ധാരാളം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഏതൊരു പരിപാടിയിലേക്കും അത് ഏറ്റെടുക്കാനും പോളിടെക്നിക് തയ്യാറാണ്. അതിനെ പറ്റിയ ഒരു വർക്ക് ഫോഴ്സ് ദൈവാനുഗ്രഹം കൊണ്ട് ഈ കോളേജിൽ ഉണ്ട്. സിയാദിനെ പോലെയുള്ള, മറ്റ് അൻവർ സുലൈമാൻ, അങ്ങനെ കുറെ നല്ല ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പോളിടെക്നിക്ക് ഈ കാര്യത്തിൽ എല്ലാത്തിലും മുന്നിലുണ്ടാവും. ഇപ്പോഴും ഇതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് സിയാദ് പറഞ്ഞ മാതിരി തിരൂർ ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മേക്കർ കട്ട് പ്രോഗ്രാം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെയുള്ള സംസ്ഥാനത്തിന്റെ ഈ കാര്യങ്ങളിൽ നയപരമായ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത്തരം ആശയങ്ങളെ കുറച്ച് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഒരു നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബിനാറായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിന്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. Thank you very much, sir. Without further delay, I invite Mithun Matthew to
quickly jump into the session, please, sir. Thank you. താങ്ക് യു സിയ. സാറിന്റെ ഉണ്ണീഷൻ സാറിന്റെ permission. Okay, sure, sir. Thank you very much. I would have actually loved to see you walk the children through the session. അത് പിന്നീട് അവസരത്തിലാവാം. We will connect and then take this forward. Okay, Thank you, sir. We'll definitely meet soon, sir. Thank you so much. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ക്വിക്ലി സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ തിങ്കിങ് അല്ലെ, അതാണ് നമ്മുടെ സെഷൻ. സോ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നോംസ് ഉണ്ട്. നോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഈ സെഷനിൽ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ട ആ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഡ്രോപ്പ് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് നോക്കുന്നതായിരിക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. രണ്ടാമത്തെ കാര്യം, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ ഇതൊരു വൺ സൈഡഡ് സെഷൻ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും അത് ഉപകാരപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആക്റ്റീവായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് മാക്സിമം നമുക്ക് ഇതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലീസ് പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി. ആൻഡ് ലാസ്റ്റ്ലി, മൈക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓഫാക്കി വെക്കുക. ബിക്കോസ് ഇത് ഒരു 250 പേരോളം ഉണ്ട് നമ്മുടെ സെഷനിൽ. അപ്പം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് പ്ലീസ് മ്യൂട്ട് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ഡിസൈൻ തിങ്കിങ് കാര്യങ്ങളെല്ലാം കുറെ കേട്ടു അല്ലെ. അപ്പൊ നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. അപ്പം എന്റെ കയ്യിലിരിക്കുന്ന വാട്ടർ ബോട്ടിൽ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ ഇതാണ് എന്റെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വാട്ടർ ബോട്ടിൽ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി, ഒരു നഴ്സറി പോകുന്ന 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ റീഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇത്രയും വലിയ ഒരു 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ എന്റെ കയ്യിലുള്ളത്. ഈ വാട്ടർ ബോട്ടിൽ നമ്മളൊരു 5 വയസ്സുള്ള നഴ്സറി പോകുന്ന ഒരു കുട്ടിക്ക് വേണ്ടി റീഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിത് റീഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റണം നമ്മൾ ചിന്തിക്കാൻ പോവാണ് കേട്ടോ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വാട്ടർ ബോട്ടിൽ 1 ലിറ്ററുള്ള വാട്ടർ ബോട്ടിൽ നമ്മൾ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി റീഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്താമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോവാം. അപ്പൊ നമുക്ക് ഒരു 30 സെക്കൻഡ്സ് എടുക്കാം, ചിന്തിക്കുക, എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പൊ മിഥുൻ കാണിച്ചത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, ഇത് കുറെ പേര് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ജെയ്സൺ ബ്ലോഗ്, സ്ട്രോ വെക്കാം, സ്ട്രിപ്പ് ആഡ് ചെയ്യാം. അടിപൊളി, നല്ല സജഷൻ. ജെയ്സൺ, എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രോ വെക്കുന്നത്? എന്തിനായിരിക്കും നമ്മൾ സ്ട്രോ വെക്കാം? ജെയ്സൺ അല്ല സർ, ജാസിം. സോറി ജാസിൻ. ജാസിൻ, എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രോ വെക്കുന്നത്? കാരണം കുട്ടികൾക്ക് കുടിക്കാൻ ഒരുപാട് പാടായിരിക്കും, ചെറിയ കുട്ടികളാണ്. അമേസിംഗ് അമേസിംഗ്, ഭയങ്കര നല്ലൊരു സജഷൻ അല്ലേ. ഇപ്പൊ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ആകുമ്പോൾ അത് തുറന്ന് അവർ കുടിക്കുമ്പോൾ നമ്മുടെ നേരത്തെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സ്ട്രോ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് എടുക്കാൻ പറ്റും. കറക്റ്റ്, വെരി നൈസ്. അതുപോലെ സ്ട്രിപ്പ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിപ്പ് ആഡ് ചെയ്യുന്നതിന് എന്തിനുണ്ടാ? കാരണം അവരുടെ കറക്റ്റ്, അമേസിംഗ്. ജാസിന്റെ ശബ്ദം കേട്ടിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണെന്നാണ് തോന്നുന്നത്. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? എവിടെ? തിരൂർ ബോയ്സിലോ? എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്. ഓ വെരി ഗുഡ്. നമ്മളുടെ ഓലപ്പമ്പരം ക്ലബിലെ വിദ്യാർത്ഥിയാണോ? ഓലപ്പമ്പരം ക്ലബിൽ തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി അടിപൊളി. താങ്ക് യു ജാസിൻ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അതുപോലെ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട്. അതിനെന്ന് പറയുന്നുണ്ട് കളർ മാറ്റാൻ അല്ലേ. കളർ കറക്റ്റ്. ഇതിപ്പോ നമുക്കൊരു ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ അല്ലേ, ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് എന്തോ പോലെ ഒരു ബോട്ടിൽ. അപ്പൊ നമുക്ക് കളർഫുൾ ആക്കാം. കളർഫുൾ ആക്കുന്ന എന്തിനായിരിക്കാം? കളർഫുൾ ആക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുട്ടികളെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അതിനാണ് കറക്റ്റ്. അമേസിംഗ്. വലിപ്പം കുറയ്ക്കണം. അമേസിംഗ്. ഫഹീം ആഡ് ചെയ്തിട്ടുണ്ട്, വലിപ്പം കുറയ്ക്കണം. കറക്റ്റ്. ഇത് 1 ലിറ്ററിന്റെ ഭയങ്കര വലിയ ബോട്ടിലാണ് അല്ലെ. ഒരു കുഞ്ഞു കുട്ടിക്ക് ഇത്രയും വെള്ളം കൊണ്ടുപോകാൻ ഭയങ്കര വെയിറ്റും ആയിരിക്കും, അവർക്ക് ബുദ്ധിമുട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ വലിപ്പം കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അമേസിംഗ്. വേറെ മേക്കിംഗ്. ഓക്കെ, ഗ്രേറ്റ്, അമേസിംഗ്. അൻവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ച്. ഗ്രേറ്റ്, ഭയങ്കര നല്ലൊരു സജഷൻ ആണ് അത്. ഇത് പ്ലാസ്റ്റിക് അല്ലെ. പ്ലാസ്റ്റിക് നമ്മുടെ ടോക്സിക് ആണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതിനെ മോഡിഫൈ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുമ്പം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും? നമുക്ക് ചില്ല് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ വാട്ടർ ബോട്ടിൽ? ചില്ല് വെച്ചിട്ട് ഉണ്ടാക്കിയ കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ചില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ.
അതുകൊണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം വെയിറ്റ് ഇല്ലാത്ത പോലത്തെ മെറ്റീരിയൽസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല സജഷൻസ് വന്നിട്ടുണ്ട്. നബീൽ പറയുന്നത് റബ്ബർ ഗ്രിപ്പ് ടു പ്രിവെന്റ് സ്ലിപ്പിംഗ്, വെരി ഗുഡ് അല്ലെ. അവരുടെ കയ്യിൽ നിന്ന് വീണ് പോകാണ്ടിരിക്കുന്ന റബ്ബർ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അബീസ് ട്യൂബ് പറഞ്ഞിട്ടുണ്ട് കാർട്ടൂൺസ് പിക്ചേഴ്സ് ആഡ് ചെയ്യണം, വെരി ഗുഡ് സജഷൻ. വെരി ഗുഡ്. നമ്മുടെ കാർട്ടൂൺസ് പിക്ചേഴ്സ് എന്തിനാ ആഡ് ചെയ്യുന്നത്? അബീസ് ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? കുട്ടികൾക്ക് കുഴപ്പമില്ല. ബോട്ടിൽ ക്യാൻ ബി മിസ്ഡ്, അതായത് തിരിച്ചു തുറക്കുന്ന മൂടിയാണെങ്കിൽ അത് മിസ്സാവാൻ സാധ്യതയുണ്ട് എന്നൊരാള്. ഗ്രേറ്റ് അമേസിംഗ്. ആൻഡ് അവരെ ആകർഷിക്കാൻ വേണ്ടി വ്യത്യസ്ത പിക്ചർ ആഡ് ചെയ്യാം. വേറെ ആരോ ഒരാൾ ക്യാൻ ആഡ് ഹാൻഡിൽ ഓൺ ബോത്ത് സൈഡ്സ്. അശ്രീൻ കറക്റ്റ്, വെരി ഗുഡ് അശ്രീൻ. നമ്മൾ ഹാൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പിടിച്ച് കുടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഗ്രേറ്റ്, അമേസിംഗ് സജഷൻസ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ക്യാപ്പ് ഓഫ് ദി ബോട്ടിൽ അറ്റാച്ച്ഡ്, ഗ്രേറ്റ്. സോ ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ. നമ്മളിപ്പോ ഫസ്റ്റ് എന്താ ചെയ്തത്? നമ്മുടെ ഒരു ബോട്ടിലുണ്ട്, ഈ ബോട്ടിലിനെ റീഡിസൈൻ ചെയ്യാനാണ് ചെയ്തത്. നമുക്ക് ഈ പ്രോസസ്സിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത്രയും വലിയൊരു ബോട്ടിൽ ഉണ്ട് എന്റെ കയ്യിൽ, ഈ ബോട്ടിൽ നമ്മൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നായിരുന്നു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആർക്ക് വേണ്ടി ഈ ബോട്ടിൽ റീഡിസൈൻ ചെയ്തേ? 5 year old. കറക്റ്റ്, അമേസിംഗ്. 5 year oldന് വേണ്ടി അല്ലേ. അപ്പൊ 5 year oldന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്. അപ്പൊ നമ്മുടെ യൂസർ ആരാണ്? 5 year old. ഗ്രേറ്റ്, അമേസിംഗ്. ഓക്കെ, നബീൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ദ ടാർഗറ്റ് ഓഡിയൻസ്, അമേസിംഗ്, ഗ്രേറ്റ്. ഓ, എല്ലാവരും ഇവിടെ എക്സ്പേർട്സ് ആണ്. അപ്പൊ 5 year old ആണ് നമ്മുടെ യൂസർ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾക്ക് 5 year old നമ്മുടെ യൂസർ ആണ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രോസസ് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ എങ്ങനെയാ ചിന്തിച്ചത്? ഒരു 5 year old ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പം അവർ എന്തൊക്കെ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട് അതല്ലേ നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സജഷൻസ് വന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞ ബോട്ടിലിന്റെ സൈസ് കുറയ്ക്കണമെന്ന്? കാരണം 5 year oldന് ബുദ്ധിമുട്ടാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ 5 year old എന്ന് പറഞ്ഞ സ്ട്രോ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞു കുട്ടി കുടിക്കുമ്പോൾ വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് നമ്മൾ എന്താ ആലോചിച്ചത്? എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ യൂസറിനെ ഐഡന്റിഫൈ ചെയ്തു, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? അവസാനമായിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊക്കെ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞല്ലേ. ഒരുപാട് അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ സെയിം പ്രോസസ്സിനെയാണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസൈൻ തിങ്കിങ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നമ്മൾ ഈ ബോട്ടിൽ റീഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എളുപ്പത്തിൽ നമ്മളെ സ്ട്രക്ചേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്. സോ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്? ആദ്യം നമ്മൾ യൂസറിനെ ഐഡന്റിഫൈ ചെയ്തു. നമ്മുടെ ബോട്ടിലിന്റെ കേസിൽ നമ്മുടെ യൂസർ ആരാണ്? 5 year old ആണ് നമ്മുടെ യൂസർ. രണ്ടാമത് നമ്മൾ എന്താ ചെയ്തത്? അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. അവരെ ഒബ്സർവ് ചെയ്ത് അല്ലെ, ഒബ്സർവ് ചെയ്തു ആൻഡ് എംപത്തൈസ് വിത്ത് ദ ടാർഗറ്റ് യൂസേഴ്സ്. എംപത്തൈസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 5 year old ആയിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് എംപത്തൈസ് വിത്ത് ദ ടാർഗറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? അവർ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന്, പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ മനസ്സിൽ അല്ലെ. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം കണ്ടുപിടിച്ചത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എന്തൊക്കെയാണ് ഇതിന്റെ സൊല്യൂഷൻസ്. പിന്നെ അവസാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നമ്മളത് ചെയ്തില്ല, അത് എക്സ്പെരിമെന്റ് ചെയ്യുക. എങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാം? അതിനെ സ്കെച്ച് ചെയ്യാം, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം, ടെസ്റ്റിംഗ് ചെയ്യാം, ട്രയൽസ് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി ഉള്ള സ്റ്റെപ്സിൽ നോക്കാം. പക്ഷെ ഇതാണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിന്റെ ജിസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പല പല കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോ ഈ സെഷൻ ഡിസൈൻ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഈ സെഷൻ ഡിസൈൻ ചെയ്യുവാണെങ്കിലും ഇപ്പം എന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് യൂസേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ സെഷൻ. അപ്പൊ ഇതേ സെഷൻ ഇപ്പൊ ഞാനൊരു 6th ഗ്രേഡ് പഠിപ്പിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ പ്രസന്റേഷൻസ് ഒക്കെ കുറച്ചും കൂടെ കളർഫുൾ ആക്കുമായിരുന്നു. അതിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് ആഡ് ചെയ്യുമായിരുന്നു. പിന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സിമ്പിൾ ആക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ യൂസേഴ്സ് ആരാന്ന് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നത് ബ്രെയിൻ സ്റ്റോം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ സെഷൻ ഡിസൈൻ ചെയ്തത്. അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെരി വെരി സിമ്പിൾ മെത്തേഡാണ് ഡിസൈൻ തിങ്കിങ്. അപ്പം ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റേജസ് ഉണ്ട് എന്നൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് സ്റ്റേജസ്, എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ തിങ്കിങ്ങിലെ ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് നോക്കാം. അപ്പൊ ഡിസൈൻ തിങ്കിങ് പ്രോസസ് ആക്ച്വലി ഒരു 5 step പ്രോസസ് ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എംപത്തൈസ്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഡിഫൈൻ. തേർഡ് സ്റ്റെപ്പ് ഐഡിയേറ്റ്. ഫോർത്ത് സ്റ്റെപ്പ് പ്രോട്ടോടൈപ്പ്. ഫിഫ്ത് സ്റ്റെപ്പ് ടെസ്റ്റ്.
അപ്പൊ ഇതാണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിന്റെ 5 സ്റ്റെപ്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസൈൻ തിങ്കിങ്ങിന്റെ 5 സ്റ്റെപ്സ്, എന്തൊക്കെയാണ് ഈ 5 സ്റ്റെപ്സ് നമുക്ക് പതുക്കെ നോക്കാം. പക്ഷെ അതിന് മുമ്പ് ഇതിന്റെ വേർഡ്സിന്റെ ഒക്കെ മീനിങ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് നോക്കാം. എംപത്തൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് എംപത്തൈസ്? മലയാളത്തിൽ എന്താണ് എംപത്തൈസ് എന്ന് പറയുമ്പോൾ? ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ, അല്ല അൺമ്യൂട്ട് ചെയ്ത് പറയാം. അശ്വിൻ പറഞ്ഞോളൂ. വേറൊരാൾക്ക് അത് എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നത്. കറക്റ്റ്, അമേസിങ്. അപ്പം അശ്വിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ യൂസർ ആരാണോ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് കണ്ടുപിടിക്കുന്നതിന്, എന്ന് ഫീൽ ചെയ്യുന്നതിനെയാണ് എംപത്തൈസ് പറയുന്നത്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് അശ്വിൻ. ജാസിൻ പറഞ്ഞിട്ടുണ്ട് ഇടപഴകുക എന്ന്, അത് വേറൊരു അർത്ഥതലം തന്നെയാണ്. കറക്റ്റ് ജാസിൻ. അപ്പം ഇടപഴകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ ഇടപഴകി അവർ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രേറ്റ്, അമേസിങ്, ഗ്രേറ്റ്. ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് നമ്മുടെ ഡിഫൈൻ എന്ന് പറഞ്ഞ മീനിങ്? ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നു. ഒരു പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നു. ബേസിൽ പറഞ്ഞിട്ടുണ്ട് ടു മേക്ക് എ ഗോൾ. കറക്റ്റ്, അമേസിങ്. അപ്പൊ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണ് പ്രോബ്ലം, അതിനെ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക, അതിനാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. ഐഡിയേറ്റിന്റെ മീനിങ് എന്തായിരിക്കും? ഐഡിയാസ് ബ്രെയിൻസ്റ്റോം ചെയ്യുന്നു. അമേസിങ്. സോ ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, നമ്മൾ ഐഡിയാസ് എല്ലാം വരുത്തുന്നു. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? എന്താ പ്രോട്ടോടൈപ്പിന് മീനിങ്? നമ്മുടെ മെഷീന്റെ ഒരു ഫസ്റ്റ് മോഡൽ തയ്യാറാക്കുക. ഓക്കെ, അമേസിങ്, താങ്ക് യു ജാസിൻ. ദേവികയും പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ മോഡൽ. കറക്റ്റ് ദേവിക. അപ്പം പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചിന്തിച്ചിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ, അതിന്റെ ഒരു സിമ്പിൾ മോഡൽ ഉണ്ടാക്കുന്നതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഗ്രേറ്റ്. ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാം? സിമ്പിൾ അല്ലേ? എന്താ ടെസ്റ്റ്? അത് വർക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, അതിലേക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് പറ്റുന്നത് നോക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, ഫീഡ്ബാക്ക് എടുക്കുക, വീണ്ടും റീഅറൈറ്റ് ചെയ്യുക. ദേവിക പറയുന്നത് ചെക്കിംഗ്. കറക്റ്റ്, അമേസിംഗ്. സോ ഇതാണ് നമ്മുടെ ബേസിക്. അദ്നാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ ടെസ്റ്റ്. ഗ്രേറ്റ്, അമേസിംഗ് ഗൈസ്. സോ ഇതാണ് നമ്മുടെ 5 സ്റ്റെപ്പ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്. ഇതിങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ അല്ലെ? അപ്പൊ പറയുകയാണെങ്കിൽ മിഥുൻ, നേരത്തെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നേരത്തെ പറഞ്ഞ വാട്ടർ ബോട്ടിലിനെ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി റീമോഡൽ ചെയ്യുക എന്നുള്ളതാണ് ഡിഫൈനിൽ വരുന്നത് അല്ലെ? അതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. യെസ്. അല്ല, അപ്പം നോക്കാം. നമുക്കിപ്പം നമ്മുടെ വാട്ടർ ബോട്ടിൽ റീഡിഫൈൻ എടുത്തു അല്ലെ? താങ്ക് യു സോ മച്ച് ചെയ്യാതെ അത് കൊണ്ടുവന്നതിന്. അപ്പം എംപത്തൈസ് സ്റ്റേജിൽ നമ്മൾ എന്തായിരിക്കും വാട്ടർ ബോട്ടിൽ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് ഡീപ് ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം. എംപത്തൈസ് സ്റ്റേജിൽ നമ്മൾ വാട്ടർ ബോട്ടിൽ റീഡിസൈനിൽ എന്താ ചെയ്തേ? ആർക്കാ പറയാൻ പറ്റാ? ഒരു കുട്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തന്നെ ഒരു കുട്ടിയായിട്ട് ചിന്തിച്ചു. കറക്റ്റ്, അമേസിംഗ്. വെരി ഗുഡ്. അത് തന്നെയായിട്ട് നമ്മൾ ചെയ്തേ. എംപത്തൈസ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്ത? ആരാണ് നമ്മുടെ യൂസർ? നമ്മുടെ യൂസർ എന്ന് പറയുമ്പോൾ ആരാണ്? ആ കുട്ടിയാണ് അല്ലെ? അപ്പൊ ആ കുട്ടിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആ കുട്ടിയുടെ ഞാൻ ആ കുട്ടി ആയിരുന്നെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആ ഫേസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ചു. ഗ്രേറ്റ്, അമേസിംഗ്. ഡിഫൈൻ എന്താണ് നമ്മൾ ചെയ്തത്? ഡിഫൈൻ ആക്ച്വലി ഞാനാണ് ഡിഫൈൻ ചെയ്തത്. എന്തായിരുന്നു ഞാൻ ഡിഫൈൻ ചെയ്തത്? എന്തായിരുന്നു ഞാൻ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നത്? ബേസിൽ പറയുന്നുണ്ട് ഹൗ ടു സോൾവ്. ഓക്കെ, ഗ്രേറ്റ്. പക്ഷെ ഞാൻ എന്തായിരുന്നു ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലേ ഇതിന് ഈ വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യണം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്? കറക്റ്റ്, അമേസിംഗ്. പ്രശ്ന പ്രസ്താവന എന്ന് മലയാളത്തിൽ പറയില്ലേ? പ്രശ്ന പ്രസ്താവന, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ്. അപ്പൊ എല്ലാരും ഇവിടെ പറയുന്നുണ്ട്. ഏഞ്ചൽ, ഹൗ ക്യാൻ ഇറ്റ് ബി റീഡിസൈൻ? അമേസിംഗ്. ദേവിക, റീഡിസൈൻ കറക്റ്റ്. ഇർഫാന, മോഡിഫൈ കറക്റ്റ്. അപ്പൊ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇത്രയും വലിയൊരു ബോട്ടിലാണ്, ഇതിന്റെ യൂസർ ആരാണ്? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും വേണ്ട ഒരു കാര്യം യൂസർ ആണ്. യൂസർ എന്നാൽ 5 year old ആയിട്ടുള്ള ഒരു കിഡാണ്. അവർക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെ ഈ ബോട്ടിൽ റീഡിസൈൻ ചെയ്യാം, അതാണ് ഡിഫൈൻ ചെയ്തത്. അതാണ് എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഐഡിയേറ്റ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തത്? അതിലോട്ട് ആഡ് ചെയ്തു. കറക്റ്റ്, അമേസിംഗ്. സോ നമ്മള് നമ്മുടെ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് ഈ ബോട്ടിലിനെ ബെറ്റർ ആക്കാൻ വേണ്ടി, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അമേസിംഗ്. ആൻഡ് പ്രോട്ടോടൈപ്പ് സ്റ്റേജിൽ നമ്മൾ എന്താണ്? ദേവിക പറയുന്നുണ്ട് തിങ്ക് ഓഫ് സൊല്യൂഷൻസ്. കറക്റ്റ്. അപ്ലൈ, അതായത് വിവിധങ്ങളായി നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കറക്റ്റ് അപ്ലൈ ചെയ്യുക. ആൻഡ് അബീസ് പറഞ്ഞിട്ടുണ്ട് ആഡഡ് ന്യൂ ഐഡിയാസ്. ഗ്രേറ്റ്, അമേസിംഗ് ഗൈസ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തത്. പ്രോട്ടോടൈപ്പ്, ഇതിന് നമ്മൾ എങ്ങനെയായിരിക്കും പ്രോട്ടോടൈപ്പ് ചെയ്യാം? എങ്ങനെ ഇതിനെ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതിനാവശ്യമുള്ള വസ്തുക്കളെല്ലാം നമ്മൾ ആ ഒരു ബോട്ടിലോട്ട് ആഡ് ചെയ്തു. കറക്റ്റ്, അമേസിംഗ്. സോ നമുക്ക് അങ്ങനെ ചെയ്യാം.
ആവശ്യമുള്ള വസ്തുക്കളൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സ്കെച്ച് ചെയ്യാം. സ്കെച്ചിങ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ്. നമുക്ക് ഇതിനെ സ്കെച്ച് ചെയ്ത് കാണിക്കാം, ആൻഡ് അല്ലെങ്കിൽ നമുക്കൊരു സാമ്പിൾ മോഡൽ ചെയ്യാം. ദേവിക പറഞ്ഞ പോലെ നമുക്കൊരു സാമ്പിൾ മോഡൽ ഉണ്ടാക്കാം. ഹബീബ് പറഞ്ഞു ഡ്രോ സ്ട്രക്ചർ, കറക്റ്റ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ. ഇനി ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ തൽക്കാലം. ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ നമുക്ക് അടുത്ത സ്റ്റേജസിൽ നോക്കാം. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഒരു റിയൽ ലൈഫ് സിമ്പിൾ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ ഇതെന്താ, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്താ ഇത്? ഓട്ടോറിക്ഷ. നമ്മൾ ഓട്ടോയിൽ ട്രാവൽ ചെയ്യാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമാണ് ഓട്ടോറിക്ഷ അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് അവര് ഒരു കഷ്ണം പേപ്പറും ഒരു പെൻസിലോ പേനയോ കയ്യിൽ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും അല്ലെ മിഥുൻ? റൈറ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷ റീഡിസൈൻ ചെയ്യാൻ പോകണം. അപ്പൊ സിയാദ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു പേപ്പറോ ഒരു പെന്നോ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. കാരണം നമ്മൾ ആക്ച്വലി ഒരു ഓട്ടോ റീഡിസൈൻ ചെയ്യാൻ പോവാം. നമുക്കെന്താ ഒരു 30 seconds എടുക്കാവോ? എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുത്ത് കൈ പിടിക്കാവോ? എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 20 seconds more. തുടങ്ങാം. നമുക്ക് ഒരു സെക്കൻഡ് പോലും കളയാനില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു പെൻസിലും പേപ്പറും ഒക്കെ എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ റീഡിസൈൻ ചെയ്യാൻ പോവാണ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെ. അപ്പൊ നമ്മൾ ഡിസൈൻ തിങ്കിങ് പ്രോസസ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ എല്ലാവരും മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രീ കൺസീവ്ഡ് നോഷൻസ് എല്ലാം ഒഴിവാക്കുക. പ്രീ കൺസീവ്ഡ് നോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൽ ഒരു സാധനം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് ചിന്തകൾ ഉണ്ടാവില്ലേ മനസ്സിൽ. അപ്പൊ ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുമെന്ന്? ഓക്കെ, അതിന് 3 ടയറേ പാടുള്ളൂ, അതിന്റെ കളർ പച്ചയും മഞ്ഞയായിരിക്കണം, അതിനകത്ത് ഇത്രയും പേര് ഇരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ കുറെ ചിന്തകൾ ഉണ്ടാകും നമുക്ക് അല്ലെ. അപ്പൊ നമ്മൾ ഡിസൈൻ തിങ്കിങ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെ മൊത്തം ക്ലിയർ ചെയ്യാൻ പോവാണ്. ഈ ചിന്തകളൊന്നും വേണ്ട, നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേർഷൻ ഓഫ് ഓട്ടോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണമെങ്കിൽ 4 ടയർ ആകാം, 5 ടയർ ആകാം, അതിന്റെ വലിപ്പം കൂടാം, കളർ ഇഷ്ടമുള്ളതാകാം, അതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഡിസൈൻ തിങ്കിങ് പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം മൈൻഡ് ക്ലിയർ ആക്കുക ആൻഡ് ഓൾവേസ് ബി ഓപ്പൺ ടു സജഷൻസ്. നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സജഷൻസ് ഉണ്ടാവും. അപ്പൊ ആ സജഷൻസ് എല്ലാം എടുക്കാൻ എപ്പോഴും ഓപ്പൺ ആയി ഇരിക്കുക. ഇപ്പോഴേ സജഷൻസ് വരുന്നുണ്ട്. AI ഡോർ, സോളാർ പാനൽ, ബിനി. യെസ് ബിനി, ഇതൊക്കെ നല്ല ഐഡിയാസ് ആട്ടോ. നമ്മൾ ഓട്ടോ റീഡിസൈൻ ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചോ, നമുക്ക് ഇതൊക്കെ വെച്ചൊരു അടിപൊളി ഓട്ടോ റീഡിസൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? എംപത്തൈസ്. അമേസിംഗ്. ഓ, എല്ലാവരും നല്ല അറ്റൻറ്റീവ് ആണ്. കറക്റ്റ്, ഗ്രേറ്റ്. എംപത്തൈസ്. അപ്പൊ എംപത്തൈസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോ ദ യൂസർ അല്ലെ. അപ്പൊ നമ്മുടെ യൂസർ ആരാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പം നിങ്ങളുടെ ഓട്ടോ റീഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഓട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കണം. എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഓട്ടോ റീഡിസൈൻ ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചോ. ഞാൻ ഇപ്പം കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ വീടിന് മുമ്പിൽ കൂടെ ഒക്കെ ഓട്ടം പോകുമ്പോൾ, സ്കൂൾ കുട്ടികളെ കൊണ്ട് ഓട്ടം പോകുമ്പോൾ തിങ്ങി നിറഞ്ഞാണ് സ്കൂൾ കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓട്ടോ റീഡിസൈൻ ചെയ്യാൻ പോകുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും. അപ്പൊ എന്റെ യൂസർ ആരാണ്? സ്കൂൾ കുട്ടികൾ. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ച് എന്റെ ഓട്ടോ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ആർക്ക് വേണ്ടിയാണ് റീഡിസൈൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കൊരു 20 seconds എടുക്കാം. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഓട്ടോ ചെയ്യാൻ പോകുന്നത്, എന്നിട്ട് നമുക്ക് വന്നിട്ട് ഷെയർ ചെയ്യാം. ഓരോരുത്തർക്കും വിവിധ ആവശ്യങ്ങളാക്കി മാറ്റാമല്ലോ അല്ലെ? അതെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അവിടെ ഏഞ്ചൽ, ദേവിക എല്ലാവരും എംപത്തൈസ് വന്നിട്ട് കറക്റ്റ് ആട്ടോ. ദേവിക, ഏഞ്ചൽ, വെരി ഗുഡ്. എംപത്തൈസിന്റെ മലയാളം അനുതാപം എന്നാണ്. അനുതാപം അല്ലേ? അതായത് എനിക്ക് തോന്നുന്നു ഒരു ശരീരം കൊണ്ട് നടക്കാൻ വയ്യാത്ത ഒരാൾ ഒരു റോഡ് സൈഡിൽ നിൽക്കുന്നു. അയാളെ ക്രോസ് ചെയ്യാൻ നമ്മൾ കൈപിടിച്ച് സഹായിച്ച് അപ്പുറത്തേക്ക് എത്തിക്കുന്നു. അത് വേണമെങ്കിൽ സഹതാപം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? സിമ്പതി. ഇനി അത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് സങ്കല്പിക്കുന്നതാവും അല്ലെ? ആ വയ്യാത്ത ആള് ഞാനായിരുന്നുവെങ്കിൽ എന്ന് അയാളുടെ എല്ലാ അവസ്ഥകളും ഞാൻ എന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് എംപതി എന്ന് പറയാ. അതിന്റെ യൂസറായിട്ട് ബിഹേവ് ചെയ്യാതെ തന്നെ.
അതെ അതെ കറക്റ്റ്. അമേസിംഗ്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുള്ള ഏതെങ്കിലും 2-3 പേര് പറയാമോ നിങ്ങളുടെ യൂസേഴ്സ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓട്ടോ റീഡിസൈൻ ചെയ്യാൻ പോകുന്നത്? അർജന്റ് പാസഞ്ചേഴ്സ്, അർജന്റ് ആയിട്ട് ഒരു സ്ഥലത്തോട്ട് പോവേണ്ടവര്. ഓക്കെ ഓക്കെ അമേസിംഗ്. അപ്പം അർജന്റ് ആയിട്ട് പോകേണ്ട എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ടോ അതോ ഏതെങ്കിലും ഏജ് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണോ? എല്ലാ ഏജ് ഗ്രൂപ്പിനുമായിട്ടാണ്. ഞാൻ ഇത് അടുത്തൊരു സിനിമയിൽ കണ്ടതാണ്. ആണോ? വളരെ ഓക്കെ അർജന്റ് ആയി പോകേണ്ടിരുന്നപ്പോ ആക്സിഡന്റ് സംഭവിച്ചത്. ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് അമേസിംഗ് അമേസിംഗ്. താങ്ക് യു സോ മച്ച് ജാസിൻ. ഷഹദ പറയുന്നുണ്ട് പബ്ലിക്കിന് വേണ്ടി. ഓക്കെ. മേഘ പ്രഗ്നന്റ് ലേഡീസ്, അമേസിംഗ്, നല്ല ഐഡിയ കേട്ടോ. പ്രഗ്നന്റ് ലേഡീസിന് വേണ്ടി അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കണമെന്നറിയാം. സുരഭി ഓൾഡ് പീപ്പിൾ, വൗ. അക്ഷയ് കൃഷ്ണ ഓൾഡ് പീപ്പിൾ, ഓൾഡ് പീപ്പിൾ. അമേസിംഗ്. ഹബീബ് ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾ. ഓ അടിപൊളി, യെസ് യെസ് യെസ്. ഭയങ്കര നല്ല ഇതാണ്. ദേവിക കറക്റ്റ്. ഡ്രൈവേഴ്സ് ഫ്യൂൽ റേറ്റ് സ്കൂൾ സ്റ്റുഡൻസ്. ഓക്കെ ഗ്രേറ്റ്. ഹബീബ് ഫിസിക്കലി ചാലഞ്ച്ഡ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്? ഒരു സാർ അതിപ്പോ നമ്മൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓട്ടോയിൽ കയറി പോവാം ചെയ്യാം, പക്ഷെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള പീപ്പിൾസിന് ഒരു ബുദ്ധിമുട്ടാണ് ഓട്ടോയിൽ കയറല് ഇറങ്ങല്. ഒരാളുടെ സഹായം ഇല്ലാതെ അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ഓട്ടോ റീഡിസൈൻ ചെയ്താൽ നന്നായിരിക്കും. ഫിസിക്കലി ചലഞ്ചഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ വീൽ ചെയറിലുള്ള ആളുകളാണോ ഉദ്ദേശിക്കുന്നത് ഹബീബ്? അങ്ങനെയും കൂട്ടാം, വീൽ ചെയറിലുള്ളവരെയും കൂട്ടാം. ശരി ശരി. ആംബുലൻസ് എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. രണ്ടുപേര് ആംബുലൻസ് ഇൻ റൂറൽ ഏരിയാസ്, നിഹാല ആൻഡ് ബിനി. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആരാണ്? ബിനി, നിഹാലയോ ബിനിയോ ആരാണെന്ന് വെച്ചാൽ പറയൂ. അതൊരു നല്ല ഐഡിയ ആണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ആരും ചിന്തിക്കാത്തൊരു ഐഡിയ ആണ് ഓട്ടോ ആംബുലൻസ്. കാരണം നാട്ടിൻപുറങ്ങളിലൊക്കെ ചെറിയ റോഡുകളായിരിക്കുമല്ലോ, വലിയ ആംബുലൻസും കയറി വരാൻ പറ്റില്ല. പക്ഷെ ഒരു ഓട്ടോ ഏത് മുക്കിലും മൂലയിൽ എത്തിച്ചേരും. റൈറ്റ് റൈറ്റ് റൈറ്റ്. അമേസിംഗ് അമേസിംഗ്. താങ്ക് യു ഗൈസ്. ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്. ഓക്കെ ഗ്രേറ്റ്. സോ അപ്പൊ എനിക്ക് തോന്നുന്നു എംപത്തൈസ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ എനിക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി, ഭയങ്കര അടിപൊളി ഐഡിയാസ് ആണ്. സോ എംപത്തൈസ് സ്റ്റേറ്റിൽ നമ്മൾ ബേസിക്കലി ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ യൂസേഴ്സ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഫ്യൂ ഗൈഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ കാണിക്കാണ്ടിരുന്നതാണ്, കാരണം ഈ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങളെ ലിമിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ യൂഷ്വലി നമ്മളൊരു എംപത്തൈസ് സ്റ്റേജിൽ എന്ത് റീഡിസൈൻ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെയും പോയതല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോൾ അത് തന്നെ മനസ്സിലായത്. അപ്പൊ എന്താണ് ഓട്ടോയുടെ പേർപ്പസ്, എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ സ്പെസിഫിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ എംപത്തൈസ് സ്റ്റേജ് വന്നിരിക്കുന്നത്. കറക്റ്റ്. അമേസിംഗ്. സോ നമുക്ക് എല്ലാവർക്കും ഇപ്പം നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ഈ കാറ്റഗറിയിലുള്ള ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയാണ് ഓട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എംപത്തൈസ് സ്റ്റേജ് ഇവിടെ തീരുകയാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, എംപത്തൈസ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു ഡിസൈൻ തിങ്കിങ്ങിന്റെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കറക്റ്റ്. അമേസിംഗ്. ഡിഫൈൻ. രേവതി പറഞ്ഞിട്ടുണ്ട്, ജാസിൻ പറഞ്ഞിട്ടുണ്ട് ഡിഫൈൻ. ഡിഫൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫൈൻ ദ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണ്, അവരുടെ പ്രശ്നം, അതിനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു 1 സെന്റൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഡിഫൈൻ സ്റ്റേറ്റിൽ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ 2 കാര്യം വേണം. ഒന്ന്, നമ്മുടെ യൂസർ ആരാണ്, 2, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്. ഇത് രണ്ടും നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മോഡൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിളിൽ സ്കൂൾ കുട്ടികളാണെങ്കിൽ എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? എന്റെ ഓട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അവരെന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന? ഒന്ന്, സ്പേസ് ഇല്ല ട്രാവൽ ചെയ്യാൻ, അത് കാരണം കംഫർട്ട് ഇല്ല, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്റെ ഓട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടും സേഫ് ആയിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല ഓട്ടോയിൽ. ഈ പ്രോബ്ലത്തെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതാണ് എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയോ എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? അപ്പൊ എന്റെ മിഥുൻ ഇങ്ങനെ പറഞ്ഞുകൂടെ, നഴ്സറി കുട്ടികളായ വളരെ കുരുന്നുകളായ, സ്കൂൾ എന്ന് പറയുന്നില്ല ഞാൻ, നഴ്സറി കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു വാഹനമായി ഓട്ടോ ഉപയോഗിക്കുക എന്നതുള്ളതാണ് എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ പറയാം അല്ലേ? അങ്ങനെ പറയാം. പക്ഷെ അതിനകത്ത് നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ പോകുന്നത് കൂടെ, അപ്പൊ അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ കംഫർട്ട്, ആ കാര്യം കൂടെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ. അമേസിംഗ്. താങ്ക് യു സോ മച്ച് സിയാദ് ഫോർ ദാറ്റ്. അപ്പൊ നമുക്കൊരു 10 സെക്കൻഡ്സ് എടുത്ത് പെട്ടെന്ന് നിങ്ങളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കി. ഇവിടെ ഓരോരുത്തരും ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അവര് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വാഹനമായിട്ടാണോ ഓട്ടോറിക്ഷ ഉപയോഗിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ എന്തെല്ലാം
ഉൾപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ പേപ്പറിൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും പ്രസന്റ് ചെയ്യാൻ അവസരം തരാം. പകരം നിങ്ങൾ ആ പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ ചെറുതായിട്ട്. അതെ, ഒന്ന് എഴുതി വെച്ചോ. ഒരാള് ബിനി സീറ്റ് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. ഇത് നമ്മൾ എരുവേ നമ്മൾ ആ സ്റ്റേജിലോട്ട് എത്തും. അപ്പൊ നമുക്ക് നിങ്ങളത് നോട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്. ആരോ ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ആരായിരുന്നു? ജാസിനാണോ? യെസ്, അത് ഞാൻ അർജന്റ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അർജന്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് പറപ്പിക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ്, പിന്നെ ഓട്ടോക്ക് ഡോർസ് വെക്കുന്നത് വളരെ നന്നാവും, പുറത്തൊക്കെ ഒന്ന് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അമേസിംഗ്, ജാസിൻ, ഗ്രേറ്റ്. അപ്പം നമ്മൾ എങ്ങനെയാ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ചെയ്യാ? എന്റെ ഓട്ടോ വേണ്ടത് ആർക്ക് വേണ്ടിയാ? അർജന്റ് ആയിട്ട് വേണ്ടി. അവരുടെ എന്താണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അവരുടെ സേഫ്റ്റി. സേഫ്റ്റി, കറക്റ്റ്. സേഫ്റ്റി, കംഫർട്ട്. അമേസിംഗ്, ഗ്രേറ്റ്. അതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ദാറ്റ്സ് ഇറ്റ്, ഗുഡ്. വേറെ ആർക്ക് പറയാൻ പറ്റും? ഒരാൾ കൂടെ പറയാൻ പറ്റുമോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? സൈഡ് ഡോർ വേണം സ്റ്റേറ്റ്മെന്റ്. ആരോ ഒരാളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ. മന്നയുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞാൻ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഓട്ടോ. അതിലിപ്പം മഴയൊക്കെ പെയ്യുമ്പം അവർക്ക് മഴ നനയാതിരിക്കാനായിട്ട് ഡോർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഗ്ലാസ്സുകളൊക്കെ വെക്കുക, ടഫ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ. അത് നമ്മുടെ സൊല്യൂഷൻസ് ആട്ടോ, സൊല്യൂഷനിലോട്ട് പോകണ്ട. അപ്പൊ മെയിൻ ആയിട്ട് എന്താ നമ്മൾ നോക്കുന്നത്? അവരുടെ സേഫ്റ്റിയും കംഫർട്ടും അല്ലേ? അമേസിംഗ്, താങ്ക് യു സോ മച്ച് മന്ന. ഹബീബിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഹബീബ് ഓട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് വേണ്ടിയുള്ള ഓട്ടോ ആണ്. അതായത് അവർക്ക് കയറാനും ഇറങ്ങാനും എളുപ്പം, അതുപോലെ കംഫർട്ടബിൾ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുക. അതൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ഹബീബ്. നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ആംബുലൻസിന്റെ 2 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഐഡിയ ആണ്. അത് അധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഏരിയ കൂടിയാണ്. അതെ 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 അതെ, ഗ്രേറ്റ്, അമേസിംഗ്, ഗ്രേറ്റ്. വേറെ ആർക്കെങ്കിലും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പറഞ്ഞിട്ടുള്ള ഷേക്ക് ഇല്ലാതെ ബെഡ് ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളത് അത് സൊല്യൂഷൻസ് ആണ്. നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവാണ് കേട്ടോ അതിനുവേണ്ടി. പിന്നെ ആൻസൺ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ സ്റ്റുഡൻസ് ഹെൽപ്പ് ഓഫ് റോഡ് ക്രോസിംഗ്. ഓക്കെ, പക്ഷെ അതെങ്ങനെ ആൻസൺ ഓട്ടോ റീഡിസൈനിൽ വരിക? സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഓട്ടോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. റോഡ് ക്രോസിംഗ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ 2 സ്റ്റേജസ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? എംപത്തൈസ്. രണ്ടാമത്തെ സ്റ്റേജ് ഡിഫൈൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നമ്മുടെ? ഐഡിയേറ്റ്. ഓക്കെ, ഇർഫാനെയും പറഞ്ഞിട്ടുണ്ട് ഐഡിയേറ്റ്, സുരഭി പറഞ്ഞിട്ടുണ്ട് ഐഡിയേറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, അമേസിംഗ്. സോ നമ്മുടെ ഐഡിയേറ്റ് സ്റ്റേജിലേക്ക് പോകാം കേട്ടോ. ഐഡിയേറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആണ് അല്ലെ? ഐഡിയേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഐഡിയാസ്, നമ്മുടെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡ് ആസ് ഓപ്പൺ ആസ് പോസിബിൾ വെക്കുക, നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം കൊണ്ടുവരിക. പിന്നെ ഐഡിയേറ്റ് ചെയ്യാൻ പല 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 മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഐഡിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഞാൻ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ബ്രെയിൻ സ്റ്റോം ആണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രെയിൻ സ്റ്റോം ഒക്കെ പല വിധത്തിൽ ചെയ്യാമെന്ന് നമുക്ക് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഒരു തോട്ട് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഓട്ടോ സ്കൂൾ കുട്ടികൾക്കായിട്ട് വരുന്നത്, അല്ലാതെ എന്തുകൊണ്ടാണ് ഇത് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അങ്ങനെ ചോദിച്ച് ബ്രെയിൻ സ്റ്റോം, അതിനെയാണ് ബ്രെയിൻ സ്റ്റോം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? മൈൻഡ് മാപ്പ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐഡിയാസ് എല്ലാം കൂടെ ഒരു വിഷ്വൽ ഫോമില് റെപ്രസെന്റ് ചെയ്യുക, അതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓട്ടോറിക്ഷയാണ്, അതിലെ പ്രോബ്ലംസ് എല്ലാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഷ്വൽ ഏരിയയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റോൾ പ്ലേയും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയേറ്റ് പ്രോസസ് ആണ്. റോൾ പ്ലേയിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ഇപ്പം ഞാനും സിയാദും ആണ് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ സിയാദാണ് എന്റെ യൂസർ. അപ്പൊ സിയാദിന് വേണ്ടിയാണ് ഞാൻ ഓട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ സിയാദിനോട് പറയും സിയാദാണ് എന്റെ സ്കൂൾ കുട്ടി. അപ്പൊ ഞാൻ സിയാദിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ സിയാദിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സിയാദ് ഒരു സ്കൂൾ കുട്ടിയായിട്ട് ചിന്തിച്ച് എനിക്ക് ആൻസേഴ്സ് തരും. അപ്പൊ ഞാൻ സിയാദിനോട് സിയാദ് നിങ്ങൾ എല്ലാ ദിവസവും
ഓട്ടോയിൽ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ സിയാദ് പറയും ഓക്കെ എനിക്ക് സ്പേസ് ഇല്ല ഇരിക്കാൻ വേണ്ടി, എനിക്ക് ഭയങ്കര ക്രൗഡഡ് ആണ്, ഭയങ്കര സ്പീഡിലാണ് ഓട്ടോറിക്ഷ പോകുന്നത്, ബ്രേക്ക് ഇടുമ്പോൾ ഞാൻ പെട്ടെന്ന് മുന്നോട്ട് അഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ, ഇതിനെയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഐഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഞാൻ 2-3 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് ഇതുപോലത്തെ ഐഡിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഓട്ടോറിക്ഷയെ കുറിച്ച് ഐഡിയേറ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് പ്രോബ്ലംസ്, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കൊരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 20 സെക്കൻഡ്സോ എടുക്കാം. നിങ്ങൾ ഒരുപാട് പേര് സൊല്യൂഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 20 സെക്കൻഡ്സ് എടുത്ത് നമ്മുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ, എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. കുറെ പേര് ഓൾറെഡി ഇവിടെ ഐഡിയാസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേഘ എച്ച് പറഞ്ഞിട്ടുണ്ട് ഷെയ്ക്ക് ഇല്ലാത്ത ബെഡ് ലൈക്ക് സ്ട്രക്ചർ ഫോർ പ്രഗ്നന്റ് ലേഡീസ്. മേഘ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? അത് മേഘ എനിക്ക് തോന്നുന്നു ആംബുലൻസ് ആണ് പറഞ്ഞു തോന്നുന്നു. അതെ അതെ അതെ. ഹായ് മേഘ. അല്ല മേഘ പ്രഗ്നന്റ് ലേഡീസ് അല്ലേ? പ്രഗ്നന്റ് ലേഡീസ്. അമേസിംഗ് അമേസിംഗ്. എന്തൊക്കെയാ മേഘയുടെ സൊല്യൂഷൻസ്? എങ്ങനെയായിരിക്കും മേഘയുടെ ഓട്ടോയിൽ വരിക? അല്ല, ഇപ്പൊ ഓട്ടോയിലാണ് പ്രഗ്നന്റ് ലേഡീസിനെ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല ഷേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് അത് കുറയ്ക്കാനായിട്ട് ഷേക്ക് ഇല്ലാതെ നമുക്ക് ഓട്ടോ ഡിസൈൻ ചെയ്യാം. പിന്നെ ഒരു ബെഡ് ലൈക്ക് സ്ട്രക്ചർ അവർക്ക് കിടത്തി സൗകര്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച് മേഘ. നല്ലൊരു ഐഡിയ ആണതല്ലേ. നമ്മുടെ സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ട് മിഥുൻ. നമ്മുടെ നാട്ടിലുള്ള നാട്ടിൻപുറത്തുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പ്രസവത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ഗവൺമെന്റിന്. അതിന് വണ്ടി കാറിലാണ് കൊണ്ടുപോവുക. അതിന് ഇതേപോലെ ഒരു ഓട്ടോ ആക്കിയാൽ മാറ്റിയാൽ മതി. അതെ അതെ അതെ, നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അത് ഷേക്ക് ഇല്ലാതെ ഒരു ബെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. മേഘ താങ്ക് യു സോ മച്ച് ഓക്കെ ഫോർ ഷെയറിംഗ് ദാറ്റ്. അരുണിമ പറഞ്ഞിട്ട് സസ്പെൻഷൻ ഓഫ് ടയർ ആസ് ഇൻ 2 വീലേഴ്സ് ടു റെഡ്യൂസ് ഷേക്ക്. അമേസിംഗ്. അരുണിമ മേഘയുടെ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഇതായിട്ട് പറയാണ്, നമുക്ക് സസ്പെൻഷൻ ഉപയോഗിക്കാം ഷേക്ക് കുറയ്ക്കാൻ വേണ്ടി. താങ്ക് യു അരുണിമ. അംജിതം പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ. ജാസിൻ പറയുന്നുണ്ട്. ജാസിന്റെ എന്തൊക്കെയാണ് ജാസിന്റെ സൊല്യൂഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്ത്. സീറ്റ് ബെൽറ്റ് വെക്കാൻ കഴിയും, കാരണം ഓട്ടോസിലൊന്നും ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇല്ല. പിന്നെ ഡോർസ് വെക്കാം, പിന്നെ ഡിജിറ്റൽ മാപ്പുകള്, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അതൊന്നും തീരെ ഇപ്പൊ ഇല്ലാത്തതാണ്. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് പോവാം കേട്ടോ. സീറ്റ് ബെൽറ്റ് മനസ്സിലായി. ഡോർസ് എന്തുകൊണ്ടാ ജാസിൻ തോന്നുന്നത് വെക്കണം തോന്നുന്നത്? എന്തിനാ ഡോർസ് വേണ്ടത് ഓട്ടോയ്ക്ക്? ഓട്ടോയിൽ നിന്ന് നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങുക, പിന്നെ അതിന് തെറിച്ചു വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായി. ചെറിയ കുട്ടികളൊക്കെ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന പരിപാടിയുണ്ട്, അവർക്ക് പെട്ടെന്ന് വീഴുന്ന ചാൻസ് ഉണ്ട്. റൈറ്റ്, അമേസിംഗ്. അപ്പൊ നമ്മുടെ ഡോറും ഉണ്ടാവും, ഡോറിന് വിൻഡോസും ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ ജാസിനോട് ചെയ്യുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസിനോട് ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട്. ഗ്രേറ്റ്, അമേസിംഗ്. ഡിജിറ്റൽ മാപ്പ് എന്തിനാ ജാസിൻ? അതായത് ഈ അർജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാല് എവിടെ എത്തി ഇനി എത്ര ദൂരം ഉണ്ട് ഇതെല്ലാം അറിയേണ്ടി വരും. ഗൂഗിൾ മാപ്പ്, ലൈവ് ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് ഓട്ടോയിൽ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, അമേസിംഗ്. ഗ്രേറ്റ്. താങ്ക് യു ജാസിൻ. ദേവിക, റിന്യൂവബിൾ റിസോഴ്സസ് ഫോർ ഫ്യൂവൽ, സ്റ്റഫ് ആൻഡ് ഗ്ലാസ് ഡോർസ് ഫോർ സേഫ്റ്റി. അമേസിംഗ് ഐഡിയ ദേവിക. നമുക്കിപ്പോ സസ്റ്റൈനബിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. നമ്മൾ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഒരാൾ സോളാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ, ഞാൻ മറന്നുപോയി ആരാന്നുള്ള കാര്യം. അതൊരു ഭയങ്കര നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ, യൂസിങ് സോളാർ. വേറെ ആരൊക്കെയുണ്ട്? വേറെ ഏതൊക്കെ ഐഡിയാസ് കേൾക്കാൻ പറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്? ബേസിൽ പറഞ്ഞിട്ടുണ്ട് മേക്ക് കംഫർട്ടബിൾ ഫോർ ബിസിനസ് മെൻ ബിക്കോസ് ഓഫ് ദേ ആർ അണ്ടർ റേറ്റ്. അവർക്ക് ഓക്കെ, ബിസിനസ് മെന്നിന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട് ഉണ്ടാക്കണം അല്ലെ. ഗ്രേറ്റ്, അമേസിംഗ്. ജിബിൻ സർ ഉണ്ടെങ്കിൽ ഒന്ന് പിള്ളേരുടെ ചാറ്റ് ഒന്ന് റീഡ് ചെയ്യാൻ സഹായിക്കൂ പ്ലീസ്, ജിബിൻ സർ. അഭിനവ് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാൾ ഹൈബ്രിഡ് എഞ്ചിൻസ് ഫുള്ളി സോളാർ പവർഡ്. ഗ്രേറ്റ്, അമേസിംഗ്. അഭിനവ്, എന്തുകൊണ്ടായിരുന്നു സോളാർ പവർ എന്ന് പറഞ്ഞൊരു കാര്യം വന്നത് മനസ്സിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് സോളാർ പവർ റിന്യൂവബിൾ എനർജി ആണല്ലോ. അതെ. അത് നമുക്ക് കൂടുതൽ യൂസ് ആയി കിട്ടും. മഴക്കാലത്ത് മാത്രമേ കുറയ്ക്കാം. കറക്റ്റ്, അമേസിംഗ്. അഭിനവിന്റെ ഒരു ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡെസ്റ്റിനേഷൻ സ്ക്രീൻസ് ലൈക്ക് ട്രെയിൻസ് അല്ലേ. അവരുടെ ഗൂഗിൾ മാപ്പ് എനിവേ ട്രാക്കിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ സ്ക്രീൻസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രേറ്റ്. ഓട്ടോയിൽ AI ഉപയോഗിക്കാൻ പറ്റില്ലേ?
യെസ് യെസ്, നിങ്ങളുടെ ഓട്ടോ അല്ലേ, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. അടിപൊളി. വേറെ ആരാണ്? ഹബീബിന്റെ എന്താണ് ഹബീബിന്റെ ഐഡിയ? എങ്ങനെയാ ഹബീബിന്റെ ഓട്ടോ ചെയ്യാൻ പോകുന്നത്? ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഓട്ടോ അല്ല, എന്തൊക്കെ ചേഞ്ചസ് വരുത്താം? കാരണം നമുക്കാണെങ്കിൽ അവർക്ക് കയറാൻ വേണ്ടിട്ട് ഒരു റാമ്പ് സെറ്റപ്പ് ചെയ്യാം ഓട്ടോയില്. അമേസിംഗ് അമേസിംഗ്, ഗ്രേറ്റ്. അപ്പൊ അവർക്ക് കയറാൻ ഇറങ്ങാം. വീൽ ചെയർ പീപ്പിൾസിന് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് തന്നെ ഓട്ടോയിൽ കയറാം. ഓക്കെ. അതേപോലെ വീൽ ചെയറിൽ തന്നെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നിലവിലുള്ള ഡോറിൽ ഒരു വീൽ ചെയർ നേരിട്ട് കേറില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് സ്പേസ് കൂട്ടേണ്ടി വരും സാർ. ഓട്ടോന്റെ വലിപ്പം കൂട്ടേണ്ടി വരും, സ്പേസ് കൂട്ടേണ്ടി വരും. അതുപോലെ വീൽ ചെയർ കാരണം ഓട്ടോയുടെ വലിപ്പം കൂട്ടാൻ സർക്കാർ സമ്മതിക്കില്ല. ഓട്ടോയ്ക്ക് ഒരു ഡയമെൻഷൻ ഉണ്ടാവും. ബാക്ക് സൈഡിലെ ഡോർ വെക്കാന്നുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ്. വെരി ഗുഡ്. അമേസിംഗ്. ആൻഡ് ഹബീബ്, നമ്മള് വീൽ ചെയറോട് കൂടി തന്നെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനുള്ള സ്പേസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതിനുവേണ്ടി നമ്മള് സീറ്റ് എടുത്ത് ഒഴിവാക്കിയാലും ഒരു 2 വീൽ ചെയർ നമ്മള് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണെങ്കിൽ നമ്മള് മടക്കി വെക്കുന്ന. ഇപ്പൊ വീൽ ചെയർ പേഷ്യന്റ് ആണ് കയറുന്നതെങ്കിൽ സീറ്റ് ഡ്രൈവർക്ക് ഒന്ന് ഒരു ലിവർ തട്ടുമ്പോഴത്തേക്കും മടക്കി വെക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടുപിടിച്ചാലും മതി. അതെ, അമേസിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വീൽ ചെയറോട് ഇരിക്കാൻ പറ്റും. ആൻഡ് ഇൻ കേസ് വീൽ ചെയർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വീൽ ചെയർ ക്യാരി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടാക്കുവാണെങ്കിൽ അവർക്ക് ആ വീൽ ചെയർ സെറ്റ് ചെയ്യുന്നതാണ് സ്റ്റാൻഡ്. ജീപ്പിലൊക്കെ ഉള്ളതുപോലെ സൈഡ് സീറ്റ് ആക്കുന്ന ഒരു സംവിധാനം, ഫോൾഡിങ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സെൻട്രൽ പാർട്ട് ഫ്രീ ആയി കിടക്കും. രണ്ട് സൈഡിലും. എനിക്ക് തോന്നുന്നു ആംബുലൻസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെത്തേഡ് ഫോളോ ഉപയോഗിക്കാം. ഗ്രേറ്റ്. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സ്പേസ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തു, എല്ലാവരുടെയും ഡിസൈൻസ് നന്നാക്കാൻ ശ്രമിക്കുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ, ഇത്ര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ. ഈ ചാറ്റിൽ ഒരുപാട് സജഷൻസ് വരുന്നുണ്ട്, റിമൂവബിൾ ആൻഡ് ഫോൾഡബിൾ ടൈപ്പ്. പിന്നെ there are things that can come in the future. Great, amazing guys. So വേറെ ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടോ അവരുടെ ഓട്ടോ ഐഡിയ? സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ചെറിയൊരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യാം ഓട്ടോയില്. അപ്പം കാർട്ടൂൺസും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഐഡിയ കേട്ടോ, ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്നത് നല്ലൊരു ഐഡിയ. അതെ, കുട്ടികള് പിന്നെ വലിയ ബസ്സിൽ പോകണ്ട, എനിക്ക് ആ ഓട്ടോയിൽ പോയാൽ മതി എന്ന് പറയും. അതെ, വെരി അമേസിംഗ് ഐഡിയ മന്ന. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ്. ഇപ്പോ ഞങ്ങൾ ഈ സെഷൻസ് സിയാദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിലൊരു സെഷൻ നടത്തുമ്പോൾ അത് ഒരു ആള് പറഞ്ഞ കാര്യമായിരുന്നു, അവരൊരു വളരെ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ അവരെ അവരെല്ലാം അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ആ ഏരിയയിലേക്ക് ലോറിയും കാര്യങ്ങളൊക്കെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ഒരു റീഡിസൈൻ ആയിരുന്നു ഓട്ടോയുടെ എഞ്ചിൻ എടുത്തിട്ട് പുറകിലൊരു സ്പേസ് വെച്ചിട്ട് അത് വെച്ചിട്ട് അവർ ഗ്രെയിൻസും കാര്യങ്ങളും എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്. നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നുണ്ട്, ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെ നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസും പുതിയ പുതിയ ഇന്നോവേഷൻസും ഉണ്ടാക്കുക. ദാറ്റ് ഇസ് ദ മെയിൻ എയിം ഓഫ് ദിസ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്. അപ്പൊ നമ്മള് വായിച്ചിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മുർഷിദ്, ഫോർ വീൽ ഹാവ് ബെറ്റർ സ്റ്റെബിലിറ്റി ആൻഡ് ബെറ്റർ കൺട്രോൾ. അമേസിംഗ് അമേസിംഗ്. ആദർശ് പറഞ്ഞിട്ട് ടൂറിസം ഫീൽഡിലുള്ള ടൂറിസം ഫീൽഡിൽ യൂസ് ആക്കാം. റിമൂവ് യുവർ റൂഫ്സ് ആൻഡ് റെഡ്യൂസ് സ്പീഡ് ആൻഡ് എൻജോയ് ദ പ്യുവർ റൈഡ്. ആദർശ് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ആദർശ് പ്ലീസ് ആഡ്. പക്ഷെ ഭയങ്കര നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അത്. നമ്മുടെ ടൂറിസം ഫീൽഡിലൊക്കെ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പം അവർക്കും റൂഫ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡ് ആയിരിക്കും. ഗ്രേറ്റ് ഗ്രേറ്റ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അപ്പോ നമ്മുടെ ഐഡിയേറ്റ് പ്രോസസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്തല്ലേ, നമ്മളിപ്പോ ആദ്യം എന്താ ചെയ്തേ, നമ്മൾ എല്ലാ സൊല്യൂഷൻസും വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്, ആ ഐഡിയാസിന് നമ്മൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് എങ്ങനെ ഇതിനെ ബെറ്റർ ആക്കാം എന്ന് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മൾ ഫൈനലൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തത് ഫൈനലൈസ് ചെയ്യണം ഒരു ഐഡിയ. നമ്മൾ ഇത്രയും ഐഡിയാസ് ഒരു ഐഡിയ മാത്രം ഫൈനലൈസ് ചെയ്യണമെന്നല്ല,
നമ്മുടെ മെയിൻ ഡിസൈനിൽ എന്തൊക്കെ ഐഡിയാസ് നമുക്ക് വെക്കാം അതിനെ ഫൈനലൈസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വൺ, റിഫ്ലക്ട് ഓൺ വൈ ഡിഡ് യു പിക്ക് ദിസ് ഐഡിയ. റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിഫലിക്കുക. പ്രതിഫലിക്കുക. ഗ്രേറ്റ്, അമേസിങ്. അപ്പൊ അതും ഇതും തമ്മിൽ എന്താ അർത്ഥം? സോറി, എക്സ്പ്ലെയിൻ. ഓക്കെ ഓക്കെ. സോ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജാസിൻ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിററിൽ കാണുമ്പോൾ എന്താ കാണുക? നമ്മളെ തന്നെ കാണുകയാണ് അല്ലെ? അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മളിപ്പം ജനറലി ഇപ്പൊ ഈ സെഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കും. ഈ സെഷൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്, ഇവിടെ എന്തൊക്കെ നന്നായിട്ട് നടന്നു, എന്തൊക്കെ ഈ സെഷനിൽ നന്നായിട്ട് പോയി, എനിക്ക് എന്തൊക്കെ ഇതിൽ നന്നാക്കാമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പ്രതിബിംബത്തിൽ തന്നെ എന്റെ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നന്നായി നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ നന്നാക്കാമായിരുന്നു ചിന്തിച്ചു. അതിനെയാണ് പറഞ്ഞിട്ടുണ്ട് തിങ്ക് അബൌട്ട് സംതിങ്. തിങ്ക് അബൌട്ട് സംതിങ്. റൈറ്റ്. തിങ്ക് അബൌട്ട് സംതിങ് നബീൽ കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ നന്നാക്കാം, എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം ആൻഡ് എന്തൊക്കെ നന്നായി എന്ന് ചിന്തിക്കുന്നതിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? എംപത്തൈസ്. രണ്ടാമത്തെ സ്റ്റേജ് ഗ്രേറ്റ്. ഡിഫൈൻ. കറക്റ്റ്. മൂന്നാമത്തേത് ഐഡിയേറ്റ്. ഓക്കെ. അടുത്ത സ്റ്റേജ് എന്താ? പ്രോട്ടോടൈപ്പ്. ഗ്രേറ്റ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രോട്ടോടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഐഡിയാസ് ഒക്കെ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റുന്നതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് ഒറിജിനൽ മോഡൽ തന്നെ ഉണ്ടാക്കിക്കൂടാ? വൈ ഡു വി നീഡ് എ പ്രോട്ടോടൈപ്പ്? നമ്മുടെ ഐഡിയ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്. സോ പ്രോട്ടോടൈപ്പ് മെയിൻ ആയിട്ട് ചെയ്യുന്നതിന് എന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പ് ഒരു സ്കെയിൽ ഡൗൺ മോഡലാണ്. ടു ഫൈൻഡ് ഫോൾട്സ് എന്ന് ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട്, ഫിക്സ് എറേഴ്സ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. അമേസിങ്. അപ്പൊ നമ്മളിപ്പം ഓട്ടോറിക്ഷ റീഡിസൈൻ ചെയ്യാൻ പോകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഓട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ ചാടി കയറി ഒരു വലിയ ഓട്ടോ ഉണ്ടാക്കാൻ പോയാൽ എന്ത് പറ്റും? നമുക്കിത് നടക്കുമെന്ന് തന്നെ അറിയത്തില്ല. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും എമൗണ്ടും മണി എല്ലാം വേസ്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇതിനെയൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു സ്കെയിൽ ഡൗൺ വേർഷൻ ഉണ്ടാക്കുന്നതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടോടൈപ്പിന്റെ മെയിൻ തിങ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ നന്നായിട്ട് നടക്കുന്നത് കണ്ടുപിടിക്കുക, എന്തൊക്കെയാണ് എറേഴ്സ്, എന്തൊക്കെയാണ് ഫോൾട്ട്സ്, എന്തൊക്കെയാണ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് മെയിൻ പ്രോട്ടോടൈപ്പ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മളിപ്പം ഓട്ടോയുടെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പോവുക. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുക? പല പല മെത്തേഡ്സ് ഉണ്ടല്ലേ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ. സ്കെച്ച് ചെയ്യാം. കറക്റ്റ്. അമേസിംഗ് ജാസ്മിൻ. സ്കെച്ച് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഇതിന്റെ ഒറിജിനൽ മോഡൽ വേണമെങ്കിൽ കുഞ്ഞു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അമേസിംഗ്. ആൻഡ് ജസീൽ പറഞ്ഞിട്ട് വി ക്യാൻ ഡു ഇറ്റ് ഇൻ 3D മോഡലിംഗ് ഇൻ ഓട്ടോകാഡ്. ഗ്രേറ്റ്. അമേസിംഗ് ഗൈസ്. അമേസിംഗ്. സോ നമുക്ക് ഇത് സ്കെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കാം. പിന്നെ 3D മോഡലിംഗ് ചെയ്യാം, 3D പ്രിന്റിംഗ് ചെയ്യാം. ഗ്രേറ്റ് ഗൈസ്. അമേസിംഗ് ഐഡിയ. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഒരു 10 or 20 seconds എടുത്ത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയാൽ നമ്മുടെ ഐഡിയാസ് ഒന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? ഒരു ടോയ് മോഡൽ കൂടി പറഞ്ഞു. അത് ഒരു നല്ല വാക്ക്. ടോയ് മോഡൽ അല്ലേ? മിനിയേച്ചർ മോഡൽ. മച്ച് സ്കെയിൽ പ്രൊപ്പോർഷൻ നബീൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 1 minute എടുക്കാം. പെട്ടെന്ന് നമ്മുടെ ഐഡിയാസ് ഒന്ന് സ്കെച്ച് ഔട്ട് ചെയ്യാം. ഇത് വൃത്തിയൊന്നും വേണ്ട കേട്ടോ. പ്രോട്ടോടൈപ്പ് ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു മോഡലായതുകൊണ്ട് ഇത് പ്ലാൻ ആണെങ്കിലും പറ്റും. പ്ലാൻ വരച്ചിട്ട് ഇതൊക്കെയാണ് എന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലേബിൾ ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു വരക്കാൻ കഴിയുന്നവർ നന്നായിട്ട് വരച്ചോട്ടെ, നമുക്കൊരു സമ്മാനം കൊടുക്കാൻ. ആർട്ടിസ്റ്റിക് ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും ഇഷ്ടം പോലെ. അതെ. അതിന് പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് വെച്ച് നമുക്ക് നോക്കാം എങ്ങനത്തെ ഓട്ടോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പടം വരക്കാൻ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ സാഹചര്യമില്ലാത്തവര് ചെറിയ ലൈൻ ഡ്രോയിങ് വരച്ചിട്ട് അതിൽ ഇന്ന ഫെസിലിറ്റി ഇവിടെ ഉണ്ട്, ഇവിടെ ഇന്ന ഫെസിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു ലേബിൾ കാണിച്ചാലും മതി അല്ലേ? അതെ. അത് മതി. ജസ്റ്റ് നിങ്ങളുടെ മോഡൽ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി അത്രേ ഉള്ളൂ. ആരെങ്കിലും റെഡി ആണോ ഒരു ഡയഗ്രാം അവരുടെ ക്യാമറ ഓൺ ആക്കി കാണിക്കാൻ? എന്റെ ഡ്രോയിങ്ങിന് കുറ്റം പറയരുത്. ഇല്ല ഒരിക്കലും പറയില്ല. ഞാൻ ഒരു മിനിറ്റ്. ഇവിടെ ഡോർസ് ഉണ്ട്, പിന്നെ സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, മാത്രമല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്, അതൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ. അമേസിംഗ്.
താങ്ക് യു സോ മച്ച് ജാസിൻ. ഇതുപോലെ മതി കേട്ടോ, ഇത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഒരു ലൈൻ സ്കെച്ച് ആണ്. താങ്ക് യു സോ മച്ച് ജാസിൻ ഫോർ ഷെയറിംഗ്. ജാസിം ഓരോ ലൈൻ വരച്ചിട്ട് വേണമെങ്കിൽ എഴുതാം, ഇന്ന ഫെസിലിറ്റിയാണ് ഇവിടെ, ഇന്ന ഫെസിലിറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ഇപ്പോഴല്ല, പ്രോട്ടോടൈപ്പ് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണമെങ്കിൽ. പ്രോട്ടോടൈപ്പിന്റെ ഒരു ബേസിക് കാര്യം അതാണ് കേട്ടോ, നമ്മൾ ലേബലിംഗ് പെർഫെക്റ്റ് ആക്കിയാൽ മാത്രം മതി. അപ്പൊ അവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. താങ്ക് യു ജാസിൻ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ജാസിൻ അതിനെ സ്ക്രീനാണിത്. സ്ക്രീൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. വേറെ വരച്ചിട്ടില്ലെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടോ നിങ്ങളുടെ മോഡൽ എന്താണെന്ന്? ഇനി വരച്ചത് നന്നാവില്ലയോ എന്ന് പേടിച്ചിട്ടായിരിക്കും കാണിക്കാത്തത്. അതെ, വളരെ സ്മാർട്ടായിട്ട് കാണിച്ചല്ലോ. ഇവിടെ റൈറ്റ് റോങ് ഒന്നും ഇല്ല കേട്ടോ, എല്ലാം റൈറ്റ് ആണ്. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മേക്ക് ഇറ്റ് ഇൻടു ബോക്സസ് എന്ന് ബേസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല ഐഡിയ. ബോക്സ് ഡയഗ്രം വരച്ചാലും മതി എന്നാണ് ബാസിൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവുക. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? വരച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് അമൽ സുനിൽ. ഓക്കെ അമൽ. ഓക്കെ, അമലിന്റെ ഡയഗ്രാം നമുക്ക് അമൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ അമലിന്റെ മോഡലിനെ കുറിച്ച്? ഈ മേളിൽ കാണിച്ചിരിക്കുന്ന നോർമൽ മോഡല്. ഓക്കെ, ഇപ്പൊ ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഇപ്പൊ ബ്രേക്കിൽ കൂടിയാണ് പാസഞ്ചർ കയറാനുള്ളത്. റാമ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വീൽ ചെയറിലൊക്കെ ആണെങ്കിൽ കയറാൻ വേണ്ടി. സൈഡിൽ 2 സീറ്റ് ഉണ്ടാവും. ഈ പഴയ ജീപ്പിന്റെ ഒക്കെ ബേക്കിലുള്ളത് പോലെ 2 സൈഡിലേക്ക് ഫേസ് ഉള്ള സീറ്റ് ഉണ്ടാവും. നടുക്കപ്പോ സ്പേസ് ഉണ്ടാവും, നേരത്തെ സാർ പറഞ്ഞ പോലെ. ആ ഒരു മോഡലാണ്. നല്ലൊരു ഡ്രോയിങ്. അതായത് ശരിക്കും ഇതൊരു എന്താ പറയാ, പ്രോട്ടോടൈപ്പ് എന്നൊന്നും പറയാനില്ല, ആക്ച്വൽ ഒരു കാരിക്കേച്ചർ തന്നെ. ഡയമെൻഷനും എല്ലാം കറക്റ്റ് ആണ്. താങ്ക് യു അമൽ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ ഷെയർ ചെയ്യാൻ? ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ആളുകൾ എവിടെ ഉണ്ട്, എന്നിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കുന്നത്? അമൽ സുനിൽ എവിടെയാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? മ്യൂട്ടായി പോയി തോന്നുന്നു. സോളാർ ബേസ്ഡ് എയർ കണ്ടീഷണർ ആക്കാൻ പറ്റുമോ സർ? ഓക്കെ, അതിനിപ്പോ എന്താ, നിങ്ങളുടെ ഓട്ടോ അല്ലേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ. അൻവറിന്റെ ഓട്ടോ അല്ലേ, നിങ്ങൾക്ക് കണ്ടീഷനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരോ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓട്ടോറിക്ഷയിൽ എനർജി കൺസ്യൂം ചെയ്യാൻ വേണ്ടിട്ട് സോളാർ ഉപയോഗിക്കാമാണെങ്കിൽ ചൂടുള്ള കാലത്ത് ചെറിയൊരു AC ഒക്കെ ഡിസൈൻ ചെയ്താൽ മതി. സോളാർ ഒരു പാനൽ മുകളിൽ വെച്ചിട്ട്. അതെ, അതൊരു നല്ല ഐഡിയ. ആരോ ഒരാൾ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പോയിട്ടുണ്ട്, ഓട്ടോ മാറിയിട്ട് 4 വീലർ ആവുന്നു. ജസീൽ ജാഫർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രോട്ടോടൈപ്പ് മിക്കവാറും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല പ്രോട്ടോടൈപ്സ് ഒക്കെ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രോട്ടോടൈപ്പ് സ്റ്റേജും കഴിഞ്ഞ് എന്താ നമ്മുടെ അടുത്ത സ്റ്റേജ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? ടെസ്റ്റ്. അമേസിങ്. സോ നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പൊ ഉണ്ടാക്കുവാണെങ്കിൽ ഈസിയാണ്. നമുക്കൊരു മോഡൽ ഉണ്ടാക്കാം, ഒരു കാർഡ്ബോർഡ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം, അതിന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ക്ലാസ് റൂമിലാണെങ്കിൽ എങ്ങനെ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതിപ്പോ നിങ്ങൾ മോഡൽ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഹാൻഡ് സ്കെച്ചിങ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത്? എങ്ങനെയായിരിക്കും നമുക്ക് ടെസ്റ്റിങ്ങിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഇൻസൈറ്റ്സ്. നമ്മൾ ചെയ്ത കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇത് എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്. അതാണ് ബേസിക്കലി ടെസ്റ്റിങ്ങിന്റെ മെയിൻ ഉദ്ദേശം. സോ നമ്മൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇത് ബേസിക്കലി ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, വൺ ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ പ്രസന്റ് ചെയ്യുക നമ്മുടെ ഡ്രോയിങ്സ്. നമ്മളിപ്പോൾ ഡ്രോയിങ്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രസന്റ് ചെയ്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവർ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഓട്ടോ ഷെയർ ചെയ്തു, അപ്പൊ അതിനകത്ത് നമ്മൾ ബേസിക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന് ഒരു ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫോർമാറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇതാണ് ദ ബേസിക് സ്ട്രക്ചർ. ഐ ലൈക്ക്, ഐ വിഷ്, വാട്ട് ഇഫ്. അപ്പൊ നമ്മളൊരു ആളുടെ ഡ്രോയിങ്ങോ
ഡിസൈനോ എന്ത് കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാണ് ഓക്കെ നിങ്ങൾ ആ കാര്യം നന്നാക്കായിരുന്നു ഈ കാര്യം നന്നാക്കായിരുന്നു അത് കൊള്ളൂല്ലോ ഇത് കൊള്ളൂല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവർക്കാണെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടില്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോ ഇവിടെ മാത്രമല്ല, ജനറലി ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒരാളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സെഷൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ സ്ട്രക്ചറിൽ തന്നെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുക. ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യാസിൻ അല്ലെങ്കിൽ ഒരാൾ ഓട്ടോ കാണിച്ചു തരുന്നല്ലേ, അപ്പൊ ഞാൻ ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഓട്ടോയുടെ സ്ട്രക്ചറും ഡിസൈനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പുറകിലെ ആ എൻട്രി വാസ് റിയലി ഗുഡ് ബിക്കോസ് അതുവഴി എല്ലാവർക്കും എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുവഴി ഓട്ടോയുടെ സ്പേസും കൂട്ടാം. ഐ വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഇത് ബെറ്റർ ആക്കാൻ വേണ്ടി എന്താണ് ഞാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മേ ബി എനിക്ക് പറയാം, ഇപ്പം ഇഫ് ഇറ്റ് വാസ് എ പെട്രോൾ ഓർ ഡീസൽ മോഡൽ, ഐ വിഷ് യു കുഡ് ഹാവ് മേഡ് ഇറ്റ് മോർ സസ്റ്റൈനബിൾ. ഒരു സോളാറോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കോ ആക്കി ഇതിനെ മോർ സസ്റ്റൈനബിൾ ആക്കിയാൽ നന്നായിരുന്നു എന്നാണ് എന്റെ ആഗ്രഹം. വാട്ട് ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഇഫ് എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റാൻ പറ്റും അതിൽ നിന്ന്. അപ്പൊ ഒരു ഓട്ടോയിൽ ഞാൻ കണ്ടായിരുന്നു അതിന്റെ ബാക്കിലും ഡോർ ഉണ്ട് ഫ്രണ്ടിലും ഡോർ ഉണ്ട്. മേ ബി ബാക്കിൽ മാത്രം ഡോർ വെച്ച് ഫ്രണ്ടിൽ ആ ഡോർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് രണ്ട് സൈഡിലും പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് വാട്ട് ഇഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരു ലൂപ്പ്. അപ്പൊ ഇത് ഡിസൈൻ തിങ്കിങ് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് ഒരിടത്ത്, അവിടെ ആണെങ്കിൽ പോലും ഞാൻ ബേസിക്കലി ഈ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഓഫീസിലും ഫീഡ്ബാക്ക് എല്ലാം കൊടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അതെ, ഇപ്പൊ ഓട്ടോയിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോ കാർട്ടൂണ് ഒക്കെ എല്ലാവരും പറഞ്ഞു, അതിലൊരു മ്യൂസിക് സിസ്റ്റം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത് അല്ലെ, അതൊരു നല്ല ഫീഡ്ബാക്ക് അല്ലേ? അതെ അതെ, അതാണ് ഐ വിഷ് പറയാ. വാട്ട് ഇഫ് പറഞ്ഞാലോ, വാട്ട് ഇഫ് പറഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പറ്റുക? സോറി ഫുള്ള് കേട്ടില്ല. റൈറ്റ്, ഒരു നല്ലൊരു ചെറിയ LCD ഡിസ്പ്ലേ കൊടുത്തൂടെ? കറക്റ്റ് അമേസിംഗ്. അങ്ങനെയാണ് ഇതും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ നന്നാവുമല്ലോ. ആൻഡ് ഒരാൾ നല്ലൊരു സജഷൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഇഫ് ഡ്രൈവർ ചേഞ്ച് ടു റൈറ്റ് ആൻഡ് ഇൻക്രീസ് ദ സീറ്റ് കപ്പാസിറ്റി. അമേസിംഗ്, അതൊരു കറക്റ്റ് അമേസിംഗ് വാട്ട് ഇഫ് ആണ്. നമ്മുടെ ഡ്രൈവറിനെ ഒരു സൈഡിലോട്ടാക്കി അവിടെയും കൂടെ ഒരു സീറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. മുഹമ്മദ് സാലിഹ് ആണ്. വെരി ഗുഡ് മുഹമ്മദ്. ഒരു ഡ്രോയിങ് വന്നിരുന്നേ ബാക്കിൽ റാമ്പ് എത്തിക്കയറുന്നത്. റൈറ്റ്, വാട്ട് ഇഫ് ഇറ്റ് ഹാഡ് സം വിൻഡോസ്? Right. Amazing. So what if it had some windows so that we could provide good ventilation? Correct. Amazing. ഇങ്ങനെ തന്നെയാണ് ഫീഡ്ബാക്ക് കൊടുക്കണം കേട്ടോ. Great feedback. Okay, great. അപ്പോ നമ്മുടെ ഡിസൈൻ തിങ്കിങ് പ്രോസസ് ഇതാണ്. നമ്മുടെ 5 സ്റ്റെപ്പ് ഡിസൈൻ തിങ്കിങ് പ്രോസസ് നമ്മൾ നമ്മുടെ ഓട്ടോറിക്ഷ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 5 സ്റ്റെപ്സ് ഒന്നും കൂടെ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? എംപതൈസ്. ഗ്രേറ്റ്. എംപതൈസിൽ നമ്മൾ എന്താ ചെയ്തത്? ആർക്ക് പറയാൻ പറ്റും? ഹബീബ് പറയോ? ഹബീബ്, എംപതൈസ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തത്? മന്ന, അശ്വിൻ? നമ്മുടെ പ്രോബ്ലംസ് ആർക്ക് വേണ്ടിയാന്നുള്ള പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചു. കറക്റ്റ്, അമേസിംഗ്. സോ എംപതൈസ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തത്? ആരാണ് നമ്മുടെ യൂസർ എന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? നമ്മൾ ആ യൂസർ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുമായിരുന്നു, എങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു, അതിനെയാണ് എംപതൈസ് ചെയ്യുന്നത്. ഗ്രേറ്റ്. ഓക്കെ, ദേവിക എല്ലാം വെച്ചിട്ടുണ്ട് ഒരുമിച്ച്. സെക്കൻഡ് സ്റ്റേജ് ബാസിൽ ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, EDIPT. ഓക്കെ, എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. വെരി ഗുഡ്. ഓക്കെ, അമേസിംഗ്. ആൻഡ് ഇർഫാന പറഞ്ഞിട്ടുണ്ട് ഡിഫൈൻ അല്ലേ? ഗ്രേറ്റ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ആണ് ഡിഫൈൻ. ഡിഫൈൻ എന്താണ്? ആർക്ക് പറയാൻ പറ്റും എന്താണ് ഡിഫൈൻ? നമ്മുടെ പ്രശ്നം എന്താന്ന് ഒറ്റ വാക്കിൽ പറയാം. ഒറ്റ സെന്റൻസിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ ഒറ്റ സെന്റൻസിൽ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. ആ ഡിഫൈനിൽ എന്തൊക്കെ വേണം? നമുക്ക് മെയിൻലി 2 കാര്യങ്ങളാണ് വേണ്ടത്. എന്തൊക്കെയാ വേണ്ടത്? യൂസറും പ്രോബ്ലവും. കറക്റ്റ്. പ്രോബ്ലം എന്താണ് വേണ്ടത്? കറക്റ്റ്, അമേസിംഗ്. താങ്ക് യു സോ മച്ച് യാസിൻ. ഓക്കെ, അടുത്ത സ്റ്റേജ് നമ്മൾ എംപതൈസ് കഴിഞ്ഞു, ഡിഫൈൻ കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എന്താണ്? ദേവിക പറയുന്നുണ്ടല്ലോ എന്തൊക്കെയോ. ദേവിക എന്താ ദേവിക അടുത്ത സ്റ്റേജ്? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ദേവിക എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദേവിക പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്, യൂസർ ആൻഡ് പ്രോബ്ലം എന്നും പറഞ്ഞിട്ടുണ്ട്. ദേവിക അൺമ്യൂട്ട് ചെയ്യൂ. ഇല്ല, കുഴപ്പമില്ല. ദേവിക പറയുന്നുണ്ട് ഐഡിയേറ്റ് അല്ലെ? ഐഡിയേറ്റ്. അമേസിംഗ് ദേവിക. ഐഡിയേറ്റ് ആണ് അടുത്ത സ്റ്റേജ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഭയങ്കര സിമ്പിളാ. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഐഡിയാസ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, കറക്റ്റ്. നമ്മുടെ ഐഡിയാസ് ഒക്കെ പറയുന്നതിനാണ് ഐഡിയേറ്റ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടോ ആ ഐഡിയാസ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പുട്ട് അപ്പ് ചെയ്യാണ്. കറക്റ്റ്, അമേസിംഗ്. ഐഡിയേറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താ?
പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ്, അമേസിങ്. പ്രോട്ടോടൈപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് ആദ്യത്തെ മോഡൽ ഉണ്ടാക്കുക. ഓക്കെ ഗ്രേറ്റ്, അമേസിങ്. ഫഹീം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഫഹീം പറഞ്ഞോളൂ. ഫഹീം. സൊല്യൂഷൻ കണ്ടെത്തുക. കറക്റ്റ്, അമേസിങ്. സോ പ്രോട്ടോടൈപ്പിൽ നമ്മൾ നമ്മുടെ സൊല്യൂഷൻസിനെ എല്ലാം 1-2 സൊല്യൂഷൻസ് എടുക്കുക, അതിന്റെ ഒരു സ്മോളർ സ്കെയിൽഡ് വേർഷൻ ഉണ്ടാക്കുക. അത് കറക്റ്റ്. ദേവിക പറയുന്നത് സ്കെച്ചിങ് മേക്ക് ഐഡിയാസ് ഇൻടു പ്രോഡക്റ്റ്. ബിനി പറഞ്ഞിട്ടുണ്ട്. അമേസിങ്. ആൻഡ് മുഹമ്മദ് സലീഫ് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മോഡൽ ഓഫ് ഡിസൈൻ സംതിങ് ഫ്രം വിച്ച് അതർ ഫോംസ് ക്യാൻ ബി ഡെവലപ്ഡ്. ഗ്രേറ്റ്, അമേസിങ്. ദേവിക സ്കെച്ചിങ് മോഡൽ മേക്കിംഗ്. ഗ്രേറ്റ്. ആൻസർ പറയുന്നത് സൊല്യൂഷൻ. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. നമ്മുടെ ലാസ്റ്റ് എന്താണ് നമ്മുടെ സ്റ്റേജ്? അവസാനത്തെ സ്റ്റെപ്പ് ടെസ്റ്റിംഗ്. ഗ്രേറ്റ്. ടെസ്റ്റിംഗിൽ എന്താ ചെയ്യുന്ന? മന്ന അൺമ്യൂട്ട് ചെയ്യുന്നു. എന്താ ടെസ്റ്റിംഗ് ചെയ്യുന്ന മന്ന? നമ്മൾ നമ്മുടെ പ്രോബ്ലംസിനൊക്കെ പ്രോബ്ലം അല്ലാതെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. കറക്റ്റ്. എന്തൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു, എന്തൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തില്ല. ടെസ്റ്റിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു മെത്തേഡ് ഞാൻ എന്താ പറയുന്നത്? ഏത് മെത്തേഡ് വഴിയാണ് നമുക്ക് ക്ലാസ്സിലൊക്കെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? കറക്റ്റ്, ഫീഡ്ബാക്ക് വഴി കൊടുക്കാൻ പറ്റും. ഫീഡ്ബാക്ക് നമ്മൾ എങ്ങനെയാണ് യൂഷ്വലി കൊടുക്കുക? I like, I wish, what if ഫോർമാറ്റിൽ. ഓക്കെ, ഗ്രേറ്റ്. വെരി ഗുഡ്. ഗ്രേറ്റ്. അപ്പം അതാണ് നമ്മുടെ ബേസിക് ഡിസൈൻ തിങ്കിങ് പ്രോസസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ എന്ത് ചെയ്ത് കഴിയുമ്പോഴും അവസാനം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സെഷനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവാണ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ സെഷൻ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു പോവാണ്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തറിയാമായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് എന്ത് പഠിച്ചു, അതാണ് വാട്ട് വാസ് മൈ മേജർ ലേണിംഗ്. എന്താണ് ഞാൻ ഇതിൽ നിന്ന് ഒരു ബേസിക് കാര്യം എന്താ പഠിച്ചത്? ആൻഡ് സെക്കൻഡ് വൺ, വേർ ഡിഡ് യു സ്ട്രഗിൾ വൈൽ ഡൂയിങ് ദ ആക്ടിവിറ്റി. ഇപ്പൊ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തല്ലേ, ഓട്ടോറിക്ഷ റീഡിസൈൻ ചെയ്ത്, ഇവിടെ നിങ്ങൾ ചെയ്തപ്പം എവിടെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തത്? നമുക്കൊരു 10 seconds എടുക്കാം, പെട്ടെന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് പേർക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തായിരുന്നു നിങ്ങളുടെ മേജർ ലേണിംഗ്? എവിടെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത ആക്ടിവിറ്റി ചെയ്യുമ്പോൾ? പറഞ്ഞോളൂ ജാസിൻ. എന്തായിരുന്നു ജാസിന്റെ മേജർ ലേണിംഗ്? എങ്ങനെയൊക്കെ ഒരു കാര്യം ഡിസൈൻ ചെയ്യാം എന്നുള്ളത് ഞാൻ മേജറായിട്ട് പഠിച്ചു. അപ്പൊ ഇനി എനിക്ക് ഡ്രോയിങ് ചെയ്യുന്നത്, അതായത് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലായിരുന്നു സ്ട്രഗിൾ ഉണ്ടായത്. അമേസിംഗ് ജാസിൻ, അമേസിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ് കേട്ടോ. താങ്ക് യു. അപ്പൊ ജാസിന്റെ മേജർ ലേണിംഗ് ആണ് ഡിസൈൻ തിങ്കിങ് പ്രോസസ് ആൻഡ് പ്രോട്ടോടൈപ്പ് സ്റ്റേജിലാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്തത്. ഗ്രേറ്റ്. ബിനി പറയുന്നുണ്ട് ലേൺ ഹൗ ടു ബി സിസ്റ്റമാറ്റിക് വൈൽ ഡിസൈനിങ്. ഗ്രേറ്റ്, അമേസിംഗ്. ബിനി അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? കംഫർട്ടബിൾ ആണോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഫഹീം എന്താ? ഫഹീമിന്റെ മേജർ ലേണിംഗ് എന്തായിരുന്നു? എന്താ ഫഹീം ഈ സെഷനിൽ പഠിച്ചത്? ഓക്കെ, ഡിസൈൻ എങ്ങനെ ചെയ്യാന്നുള്ളതിന് ഒരു ഉദാഹരണം എങ്ങനെ മനസ്സിലായി? കറക്റ്റ്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി അല്ലേ? എവിടെയാ ഫഹീം സ്ട്രഗിൾ ചെയ്ത് ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ? വരക്കുന്നതിൽ തന്നെയാണ് പിക്ചർ. ഓക്കെ. പ്രോട്ടോടൈപ്പ് സ്റ്റേജിലാണ് അല്ലേ? പിന്നെ അത് സമയം കിട്ടിയില്ലല്ലോ, അതുകൊണ്ടും കൂടി ആയിരിക്കാം നിങ്ങൾ അത് സ്ട്രഗിൾ ചെയ്തതിന്റെ കാര്യം. ഓക്കെ, മന്നയുടെ എന്തായിരുന്നു മന്നയുടെ മേജർ ലേണിംഗ്? ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന പ്രോബ്ലംസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, അമേസിംഗ്. ആ പ്രോബ്ലത്തിനെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്ന് കണ്ടുപിടിക്കുന്ന കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഓക്കെ, അമേസിംഗ്. താങ്ക് യു മന്ന, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. വളരെ സ്ട്രോങ് റിഫ്ലക്ഷൻസ് ആണ്. ആഷിന്റെ എന്താണ് ആഷിന്റെ മേജർ ലേണിംഗ്? ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഹബീബ് ഉണ്ടോ? ഹബീബിന്റെ മേജർ ലേണിംഗ് എന്താണ്? അതന്നെ ഡിസൈൻ തിങ്കിങ് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, ഡിസൈൻ തിങ്കിങ് പ്രോസസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എവിടെയാ ഹബീബ് സ്ട്രഗിൾ ചെയ്തത്? പിക്ചർ വർക്ക് തന്നെ, മോഡലിംഗില്. പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, അമേസിംഗ്. സോ ഇതാണ് ബേസിക്കലി നമ്മൾ റിഫ്ലക്ഷനിൽ ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണ് നമ്മൾ ഇത്രയും നേരമുള്ള സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നത് അല്ലെ. ഇതുപോലെ തന്നെ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രാക്ടീസ് ചെയ്താൽ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് ഓവറോൾ ഡെവലപ്മെന്റിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു ടൂളാണ് റിഫ്ലക്ഷൻ. സോ ഇതായിരുന്നു നമ്മുടെ സെഷൻ. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് എടുക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൊഫസർ ജിബിൻ നമ്മുടെ ഒരു
മേക്കർ ഗട്ടിന്റെ ഒരു കേരള ചാപ്റ്റർ മെന്റർ കൂടിയാണ് അദ്ദേഹം. കുട്ടികളെ ഒരു ഫീഡ്ബാക്കിനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ജിബിൻ സാർ പ്ലീസ് സ്പീക്കപ്പ്. അതുപോലെ തന്നെ മേക്കർ ഗട്ടിന്റെ ഓൾ ഇന്ത്യ ഓപ്പറേഷൻസിന്റെ ചീഫ് ടെക്നിക്കൽ പ്രോജക്ട് മാനേജർ മുഹമ്മദ് ജസീൽ. നിങ്ങള് പ്രോട്ടോടൈപ്പ് മേക്കിങ്ങിലൊക്കെ ഇന്നത്തെ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിക്കുന്നതിൽ എക്സ്പെർട്ടാണ്. ജസീൽ സാർ. ഹലോ. കുട്ടികൾ 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡിസൈൻ തിങ്കിങ്ങിലുള്ള റെസ്പോൺസ് കണ്ടില്ലേ സാർ? മനസ്സിലായി. നല്ല സന്തോഷമുണ്ട്. കാരണം എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തീർച്ചയായും. നിങ്ങളിപ്പോ ഈ ഫീഡ്ബാക്കിൽ ജിബിൻ സാർ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ 1-2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ഉള്ള എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ മറ്റും ആവശ്യമുണ്ടോ? മേക്കർ ഗട്ട് പ്രതിജ്ഞാബദ്ധരാണ്. നിലവിൽ അവര് കേരളത്തില് വളരെ ആളുകളുടെ റെസ്പോൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ കേരളം, മേക്കർ ഗട്ടിന്റെ ധാരണ കേരളം എല്ലാ അർത്ഥത്തിലും എല്ലാം എക്യുപ്ഡ് ആണെന്നുള്ളതാണ്. അത് സത്യമാണ്. പക്ഷെ നമുക്ക് ഇതേപോലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മാത്രല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവർ സ്കൂളുകൾ അഡോപ്റ്റ് ചെയ്ത് സ്കൂളുകളിൽ മേക്കർ ക്ലബ്ബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മിഥുൻ സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവരിപ്പം നിങ്ങൾ 2 പ്രോഡക്റ്റുകളാണ് ഡിഫൈൻ ചെയ്ത് കാണിച്ചത്. ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കൽ മാത്രമാണോ, അതോ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ? ഇപ്പൊ നാട്ടില് ഒരു കുടിവെള്ള പ്രശ്നമുണ്ട്, അതിനെ പരിഹരിക്കാൻ ഡിസൈൻ തിങ്കിങ് ഉപയോഗിക്കാൻ പറ്റുമോ? റൈറ്റ്. ഡിസൈൻ തിങ്കിങ് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്ത് പ്രോബ്ലംസ് വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സെഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പ്രോസസ്സിൽ കൂടെ ഫോളോ ചെയ്തിട്ടാണ്, ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെയാണ് ഞാൻ ഈ സെഷൻ ഡിസൈൻ ചെയ്തത്. അപ്പം ഞാനും ഈ ടൂൾ പരിചയപ്പെട്ടിട്ട് ഒരു കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പൊ അതുവരെ ഞാൻ എല്ലാ പ്രോബ്ലംസും ഈ ഒരു മെത്തേഡ് വഴി നോക്കാനാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇപ്പം സാറ് സിയാദ് പറഞ്ഞ പോലെ ഒരു വാട്ടർ പ്രോബ്ലം ആണെങ്കിൽ അതിലും നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ ചിന്തിക്കാൻ പറ്റും. എന്താണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണം, എന്തൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്തൊക്കെ പ്രോബ്ലംസിൽ നമുക്ക് സൊല്യൂഷൻസ് വരാം. അപ്പൊ ഇത് ഏത് മെത്തേഡിലാണെങ്കിലും, ഇപ്പൊ നമുക്കൊരു വാട്ടർ പ്രോബ്ലം ആണെങ്കിലും, ഒരു സെഷൻ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പ്രോജക്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളെല്ലാം ഈ പ്രോഗ്രാം വഴി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പോവാണല്ലേ കമ്മ്യൂണിറ്റീസിൽ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഈ പ്രോസസ്സ് വെച്ചാൽ ഇത് സ്ട്രക്ചർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻസ് വഴി നമുക്ക് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും. സോ ഡിസൈൻ തിങ്കിങ് ഐ ഫീൽ ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ടൂൾ. അതുകൊണ്ട് ഇവിടെ കമോൺ എന്നൊക്കെ പറയുന്നുണ്ട് ജാസിൻ. സോ നിങ്ങൾ എല്ലാവരും ഡിസൈൻ തിങ്കിങ് പ്രോസസ് ഒക്കെ ഉപയോഗിക്കുക. ഇറ്റ് വിൽ റിയലി റിയലി ഹെൽപ്പ് യു ഓൾ. സിയാദ്, യു ആർ ഓൺ മ്യൂട്ട്. സിയാദ് പറയുവാണോ? സിയാദ് മ്യൂട്ടിലാണ്. സോറി ഒരു ക്വറി വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സില്. അതായത് എനി സ്പെഷ്യൽ വാട്ട് യു മീൻ ബൈ എനി സ്പെഷ്യൽ ക്വറീസ് ടു അഡ്രസ് ഇൻ ഫീഡ്ബാക്ക്. അതായത് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തപ്പോൾ നിർബന്ധമായും പറയേണ്ടതായിരുന്ന എന്തെങ്കിലും കാര്യം പറയാതെ വിടുകയോ, ഇന്നിപ്പോ സമയം തീർന്നുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കൂടി പറയാമായിരുന്നു, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ വി ഹാവ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, വി വിൽ കണക്ട് യു. അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ ഇത്രയും ആളുകളുടെ ഇടയിൽ ഓരോരുത്തരുടെയും മൈന്യൂട്ട് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ബാസിലിന് മനസ്സിലായില്ലേ? ഇതിനെ കുറിച്ചുള്ള ജോബുകളൊക്കെ ഒന്നും കൂടി ക്ലിയർ ആക്കൂ ഫഹീം. ഇതിന്റെ ജോബുകളൊക്കെ അല്ലേ, അതേതൊക്കെ വേക്കൻസി ഒക്കെ? ഇത് ഏതൊരു പ്രൊഫഷനിലും, ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടില് രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ഒരു സമയം നിഷ്ഠ പാലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൂടി എൻ്റെ ഈ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും പ്രശ്നങ്ങളും ഞാൻ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ആയിട്ട് വിളിച്ചിരുത്തി എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വരെ ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമ്മുടെ ബിഹേവിയറൽ പ്രശ്നം, എനിക്കിപ്പോൾ പഠിക്കാൻ, ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്, എനിക്ക് പഠിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്, അതെന്താണ് അതിന് കറക്റ്റ് കാരണമെന്ന് നമ്മൾ കണ്ടൊരു കൗൺസിലറിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം നമ്മളുടെ അടുത്ത് ചിലപ്പോൾ
ഡിസൈൻ തിങ്കിങ് ആണ് ഉപയോഗിക്കുന്നുണ്ടാവുക. തൊഴിൽ മേഖല ഒരുപാടുണ്ട്. കാരണം ഇന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനികൾ, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ, മറ്റേത് മേഖലയിലുള്ള കമ്പനികളും, ഇപ്പൊ നേരത്തെ ഇപ്പൊ നമ്മൾ വാട്ടർ ബോട്ടിലാണല്ലോ എടുത്തത്. നമ്മൾ സ്കൂൾ തുറക്കാറാകുമ്പോൾ ഒരുപാട് വാട്ടർ ബോട്ടിലുകൾ ബ്രാൻഡുകള്, PP, വിസില് വരെ കണക്ട് ചെയ്തിട്ടുള്ള വാട്ടർ ബോട്ടിലുകളൊക്കെ കണ്ടിട്ടില്ലേ? ഇതെല്ലാം നിർമ്മിക്കുന്നതിന് പിന്നാമ്പുറത്ത് നമ്മൾ അറിയാതെ നമ്മളാകുന്ന യൂസേഴ്സിന്റെ എല്ലാ ഇമോഷൻസും മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈൻ തിങ്കിങ് നടത്തിയിട്ടാണ് എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നത്. നമ്മൾ കയ്യിൽ കിട്ടുന്ന ഒരു വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അങ്ങനെ നമ്മളിടുന്ന വസ്ത്രം പോലും ഈ പ്രോസസ്സിന്റെ ലൂടെയാണ് ഇവോൾവ് ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ ഏത് മേഖലയിലും ഇനി മുന്നോട്ട്, ഇനി 21st സെഞ്ചുറി സ്കില്ലുകളിൽ പറയുന്ന, ഇപ്പൊ നേരത്തെ സാർമാരാരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്ന് തോന്നുന്നു, ഇനി ഇപ്പൊ നിലവിലുള്ള ഒട്ടേറെ തൊഴിൽ മേഖലകൾ അടുത്ത ഒരു 5 വർഷം കൊണ്ട് ഇല്ലാതാവും. പക്ഷെ നമ്മളെ പോലെ ചിന്തിക്കുന്ന, ഈ പറഞ്ഞ ഡിസൈൻ തിങ്കിങ് അപ്രോച്ചൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്പോഴും ഒരു നല്ല തൊഴിൽ മേഖലയിൽ സ്ഥാനമുണ്ടാവും. അപ്പൊ ഇത് മാത്രമുള്ള ആൾക്കല്ല ജോലി. നമ്മൾ ഏതൊരു കരിയർ മേഖലയിലേക്ക് പോകുന്നുണ്ടെങ്കിലും തീർച്ചയായും ഇങ്ങനെയൊരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളൊരു ജോലിക്കല്ല പോകുന്നത്, നമ്മളൊരു സോഷ്യൽ വർക്കറായിട്ട്, രാഷ്ട്രീയക്കാരനായിട്ടാണ് പോകുന്നത്. നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ വലിയൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് തന്നെ ഉപയോഗിക്കാം. നിതിൻ സർ, പ്ലീസ് ആഡ്. Yeah, thank you, Siddharth. I think you have covered almost all of it. So, നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറ്റുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ്. ഇപ്പം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ഒരു സ്ട്രക്ചേർഡ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ടൂളാണ് ഡിസൈൻ തിങ്കിങ്. നമ്മുടെ ടെക്നിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അനലൈസ് ചെയ്ത് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രൊഫസർ ജിബിനാണ്. അദ്ദേഹം എറണാകുളത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. ഒരു സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന മുഴുവൻ ഫീഡ്ബാക്കുകളും മിഥുനും അതുപോലെ തന്നെ മേക്കർ കട്ടിന്റെ ടീമിനും എല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇടുക. ഇതിൽ അധ്യാപകരുണ്ടാവാം, കോളേജ് സ്റ്റുഡൻസ് ഉണ്ടാവാം. ഇപ്പോൾ ജാസിനെ പോലുള്ള 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉണ്ടാവാം. അതിൽ താഴെയുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടോ 7ാം ക്ലാസ്സിലെ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്റ്റാർ പെർഫോമർ ജാസിനാണെന്ന് തോന്നുന്നു അല്ലെ? ഒരു കമന്റ് വന്നിട്ടുള്ളത്, ഓട്ടോ ഈസ് ഓൾറെഡി എൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, സോ റീഡിസൈനിങ് ഇറ്റ് ഹാവ് മെനി ലിമിറ്റേഷൻസ്. അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. ഈ മൊബൈൽ ഫോണുകൾ ഓരോ വർഷവും ഓരോ മാസവും പുതിയ പുതിയ ഇന്നോവേഷൻസ് അപ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നിലവിലുള്ള പ്രോഡക്റ്റുകൾക്ക് വൈവിധ്യവൽക്കരണം നടത്തി അതിന്റെ യൂട്ടിലിറ്റി കൂട്ടി അതിന്റെ യൂസർ ഫ്രണ്ട്ലിനെസ് കൂട്ടി വരുമ്പോഴാണ് ഇന്നോവേഷൻ നടക്കുന്നത്. അപ്പോ ഓട്ടോ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ചതുരപ്പെട്ടി പോലുള്ള മെറ്റൽ ബോഡിയൊക്കെ ഉള്ള ഓട്ടോ ആയിരുന്നില്ലല്ലോ. ബജാജിന്റെ റെക്സിൻ കവർ വെച്ച് ബാക്ക് എഞ്ചിൻ ഓട്ടോ വന്നപ്പോൾ, അത് കൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോ ആപ്പേ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 2-3 ചാക്ക് സിമെന്റ് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഓട്ടോ വന്നു. ഇപ്പതാ നമ്മുടെ നിരത്തുകളിലെ ഇലക്ട്രിക് ഓട്ടോകൾ കണ്ടു തുടങ്ങി. അപ്പൊ ഓരോ കാലഘട്ടത്തിലും നിലവിലുള്ള പ്രോഡക്റ്റുകളെ തന്നെയാണ് ഇന്നോവേഷൻ, പുതിയ ടെക്നോളജിയുടെ സാധ്യതകളും നമ്മുടെ മനസ്സിലുള്ള എന്താ പറയാ ഇന്നോവേഷൻസും നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം ഉപയോഗിച്ച് CNG ഓട്ടോ പോലുള്ള പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടാവുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം വീടുകളിൽ മിക്സി ഉണ്ടായിരുന്നു. ഇപ്പൊ മിക്സിയും മിക്സർ ഗ്രൈൻഡർ എന്ന് വന്നു അല്ലെ. ഇനി എത്ര പോരം ഇന്നോവേഷൻസ് വരുന്നു. നമ്മളുടെ വീടുകളിൽ മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ചിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോ ഹോട്ട് എയർ ഓവനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൈക്രോവേവ് ഓവനും മിനിമം 25,000 രൂപയാണ് വിലയെങ്കിൽ ഇപ്പൊ വരുന്ന ഹോട്ട് എയർ ഓവന് 3,000 രൂപ മുതലാണ് മാർക്കറ്റിൽ. അപ്പൊ പ്രോഡക്റ്റും യൂട്ടിലിറ്റിയും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സെയിം പ്രോഡക്റ്റിനെ തന്നെ ഇന്നോവേറ്റ് ചെയ്ത് ഇറക്കും തീർച്ചയാണ്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫാക്കൽറ്റി മെമ്പേഴ്സോ അധ്യാപകരോ ട്രെയിനേഴ്സോ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ആഡ് സംതിങ്. നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയെന്നുള്ളൂ. ഇതിൽ നമ്മൾ മാത്രമല്ല സംസാരിക്കുന്നത്. അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നേരിട്ട് അറിയില്ല. ഉണ്ടെങ്കിൽ
പ്രത്യേകിച്ച് ഈ ആഴ്ച മുതൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും സ്കൂളുകളിലെ BRC ത്രൂ തെരഞ്ഞെടുത്ത YIP ശാസ്ത്രപദം ഐഡിയേറ്റർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുകയാണ്. KDISCന്റെ നേതൃത്വത്തിൽ, സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ അധ്യാപകര് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ അതിലും ഇതേ രൂപത്തിലുള്ള വിവിധ രീതികളാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു പുതിയ റിസർച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞ അപ്രോച്ചാണ്. അപ്പൊ ഇവിടെ ദയവ് ചെയ്ത് ഇവിടെ ആരെങ്കിലും അധ്യാപകരുണ്ടെങ്കിൽ, നമ്മുടെ സമയം 9 മണി കഴിഞ്ഞു, എങ്കിലും നമ്മൾ എത്ര മണി വരെ നിൽക്കും? ആർക്കെങ്കിലും അധ്യാപകർക്കോ ട്രെയിനർമാർക്കോ കൂടുതലായിട്ട് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. വി ആർ റെഡി. മാത്രമല്ല ഇനിയും മേക്കർ ഗട്ടിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള മിഥുൻ ജസീലിനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ ഇത്ര പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത്ര പാതിരാവായിട്ടും ഇത്രയും താല്പര്യപൂർവ്വം ഇതിന്റെ പിന്നിലിരിക്കാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത്രയും എനർജി ഉള്ള ആളുകളാണ്. സോ വി നീഡ് യുവർ സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ്. സ്കൂളുകളിൽ നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയതുപോലെ ചെറിയ ചെറിയ മേക്കർ സ്പേസുകൾ താല്പര്യമുള്ള അധ്യാപകർ മുൻകൈ എടുത്താൽ, നിങ്ങളിപ്പോൾ ഇതിലുള്ള വിദ്യാർത്ഥികളെ നിങ്ങളുടെ സ്കൂളുകളിൽ പോയി അറിയിക്കുക, ഇങ്ങനൊരു പദ്ധതി ഉണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുള്ള മെയിൽ റിക്വസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് ഓരോരുത്തരും ആരാണെന്നുള്ള ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഉപയോഗിക്കാതെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ അവിടെ തന്നെ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇനി ആ ഗ്രൂപ്പ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യും, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ ഏതെങ്കിലും അധ്യാപകരോ ട്രെയിനേഴ്സോ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ആഡ് ദയർ വ്യൂസ്. ഇനി ഇല്ല എങ്കിൽ ജിബിൻ സർ പ്ലീസ്. ജിബിൻ, പ്രൊഫസർ ജിബിൻ. മിഥുൻ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ജസീൽ? ഇല്ല കുട്ടികൾ അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഓരോരുത്തർ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ, സമയമില്ല. ഇല്ല, കുഴപ്പമില്ല. ആളുകൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുൻപേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ജോയിൻ ചെയ്തതിന്. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നപ്പം നമ്മളാണെങ്കിൽ ഡിസ്കസ് ചെയ്യായിരുന്നു എങ്ങനെയാണ് നമ്മൾ എല്ലാവരും എൻഗേജ് ചെയ്ത് സെഷൻ. അപ്പൊ ഇത്രയും പാർട്ടിസിപ്പൻസിന്റെ ഡിസിപ്ലിൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ മ്യൂട്ടിന് ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടില്ല. എല്ലാവരും കൂടി മൈക്ക് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ഒരാൾ പോലും അതിനൊരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. ഗ്രേറ്റ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് സിയാ, താങ്ക് യു സോ മച്ച് ഫോർ അറേഞ്ചിങ് ദിസ്. ജിബിൻ സർ പ്ലീസ്. നന്ദി പറയാനായി മന്നെ ക്ഷണിക്കുന്നു. മന്ന. ഓക്കെ, പാർട്ടിസിപ്പന്റ്. ഓക്കെ, മന്ന എവിടെ നിന്നാണ്? എറണാകുളം. അമൃത കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ്. ഓക്കെ. Evening everyone. I would like to express my sincere gratitude to our instructor Midhun sir for this good online thinking workshop. Their guidance and support throughout the session were invaluable, and their approach to teaching made the learning process both fun and impactful. Your passion for design thinking and expertise in the field provided us with a comprehensive understanding of the topic, and your interactive teaching methods ensured that we all actively participated in the workshop. Thank you again for instructor for their hard work and providing us with the tools to think creatively and solve problems in new and innovative ways. Thank you, sir. Okay, once again, thank you all. Jasil and Midhun, please convey the potential of these people to your founders of MakerGut. Next year, we must implement a very serious project for the school, especially for the school students. Thank you. Thank you all. Good night. Thank you guys. Bye. Good night.